നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവേ, അവിടുത്തോട് ചേർന്ന് അവിടുത്തെ പക്ഷമായി ചേർന്ന് കർത്താവേ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എത്ര ആമോദമാണ് ഞങ്ങൾ പാടി. അതെ, ഈ ലോകത്തിൽ എത്രയോ ഞങ്ങളുടെ ചുറ്റുമുള്ള ഞങ്ങളുടെ എത്രയോ ബന്ധുജനങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളും എത്രയോ ലോകക്കാർ കർത്താവേ, അങ്ങേ അറിയാതെ പ്രത്യാശയില്ലാത്തവരായിരിക്കുമ്പോൾ അവിടുത്തെ വലിയ കരുണയിൽ കർത്താവെ, ഞങ്ങൾ അങ്ങേ തിരഞ്ഞെടുത്തതല്ലോ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തുവല്ലോ. അവിടുത്തെ വലിയ കരുണ്യത്താൽ ഞങ്ങളെ കർത്താവെ അവിടുന്ന് മുൻനിർണയിച്ച് അവിടുന്ന് മുൻനിർണയിച്ച് ഞങ്ങളെ അവിടുത്തെ പക്ഷമായി ചേർത്ത് തോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ വണങ്ങുന്നു. കർത്താവെ, അങ്ങേ അറിഞ്ഞും അറിയാതെയും വേദനിപ്പിച്ചു പോയ നിമിഷങ്ങളെല്ലാം കർത്താവെ ഓർത്ത് ക്ഷമയോദിച്ച് കർത്താവെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്തിൽ കഴുകണ സ്നേഹത്തിൽ നിറയ്ക്കണം. ഞങ്ങൾ അല്പസമയം അവിടുത്തെ വചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ വ്യക്തമായ ശബ്ദം കേൾപ്പാൻ, കാഹളധ്വനി പോലെ അത് ക്ലിയറായിട്ട് കർത്താവെ വ്യക്തമായിട്ട് കേൾപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ സ്വയജീവൻ, ഞങ്ങളുടെ ജഡം അത് പൂർണ്ണമായിട്ടും ക്രൂശിലായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവെ ഞങ്ങളെ ഇരുത്തണമേ, ഞങ്ങളെ മനസ്സിലാക്കി തരണമേ. അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന പല കാര്യങ്ങളുമൊക്കെ കർത്താവെ പല അടയാളങ്ങളോടെ കർത്താവെ ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ വായിക്കുമ്പോൾ അതെല്ലാം ഒരു മുന്നറിയിപ്പായിട്ട് എടുത്ത് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് കർത്താവെ ആ വചനമെല്ലാം ഞങ്ങളുടെ ആത്മമനുഷ്യൻ്റെ മാംസമായി തീരണം, ആത്മമനുഷ്യൻ്റെ ഭാഗമായിട്ട് തീരണം. അതെ കർത്താവെ, യേശുവിൽ വചനം മാംസമായി തീർന്നത് പോലെ കർത്താവെ ഞങ്ങളിലും ഈ വചനമെല്ലാം കർത്താവെ ഫുൾഫിൽഡായിട്ട്, സഫലമായിട്ട്, അനുസരണമായിട്ട്, വെളിപ്പാടായിട്ട്, അനുഭവമായിട്ട് ആയിത്തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ശിശുക്കളായിട്ട് ഞങ്ങളെത്തന്നെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമീൻ. നമ്മളിപ്പം വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. നമ്മൾ എല്ലാ പ്രാവശ്യവും ഞാൻ അതിൻ്റെ ആ ഒരു സംക്ഷേപമായിട്ട് അങ്ങ് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം, യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ച് കർത്താവ് കൊടുത്ത വെളിപ്പാട് ആ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചിട്ട് 2-3 അധ്യായങ്ങളിൽ അന്നത്തെ സഭകളെക്കുറിച്ചുള്ള ഒരു ദൂതൊക്കെ പറഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ചൊക്കെ 4-5 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നു. 6-ാമത്തെ അധ്യായത്തിൽ ആ പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കുന്ന കാര്യങ്ങളും അന്ത്യകാല സംഭവങ്ങൾ നടക്കുന്നതൊക്കെ നമ്മൾ വായിച്ച് 7-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ 2-ാമത്തെ വരവും സഭയുടെ നിത്യകാലമുള്ള ആശ്വാസത്തെക്കുറിച്ചൊക്കെ വായിച്ച് 8-ാം അധ്യായത്തിൽ ആ ഒരു 7-ാമത്തെ ആ ഒരു മുദ്രയെക്കുറിച്ചും അവസാനം ഉള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് ആ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിൽ ഒഴിക്കപ്പെടുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ 8-9 അധ്യായങ്ങളിൽ വായിച്ചു. 10-ാമത്തെ അധ്യായത്തിൽ ദൂതൻ ആണയിടുന്നതും അതുപോലെ തന്നെ യോഹന്നാൻ ആ പുസ്തകം ഭക്ഷിക്കുന്നതും, പിന്നെ 11-ാം അധ്യായം മുതൽ വീണ്ടും നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ല കാണുന്നത്, അതിന് മുമ്പ് സംഭവിക്കുന്ന പല കാര്യങ്ങളൊക്കെ നമ്മൾ കാണും. അതായത് കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 2 പ്രവാചകന്മാരുടെ 2 സാക്ഷികളുടെ കാര്യമൊക്കെ 11-ാം അധ്യായത്തിന് ആദ്യത്തെ 14 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു. പിന്നെ 15-ാമത്തെ വാക്യം മുതൽ 11-15 മുതൽ 7-ാമത്തെ കാഹളം, അതായത് കർത്താവിൻ്റെ രാജ്യം വന്നു കഴിഞ്ഞു ഭൂമിയിൽ ആ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചും 12-ാം അധ്യായത്തിൽ ഇസ്രായേലിലെ സന്തതിയായിട്ട് വന്ന കർത്താവിന് കൊടുക്കാൻ വേണ്ടി സാത്താൻ ശ്രമിക്കുന്നതും അവന് കഴിയാതെ പോകുന്നതും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. സാത്താൻ ഇസ്രായേലിനെതിരെയും സഭയ്ക്കെതിരായിട്ടും അവസാനത്തെ 3.5 വർഷക്കാലം കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3 വർഷക്കാലം ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നു. 13-ാം അധ്യായത്തിൽ ഇത് ക്രിസ്തുവിനെക്കുറിച്ചും കള്ളപ്രവാചകനെക്കുറിച്ചും കാണുന്നു. 14-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ 5 വാക്യങ്ങൾ, ഏറ്റവും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള 5 വാക്യങ്ങൾ നമ്മൾ പല ആഴ്ചകളായിട്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചല്ലോ. അത് എത്രയും നമ്മുടെ ഹൃദയത്തെ തുടർന്ന് വെല്ലുവിളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളും കർത്താവെ, ഞാനും 144,000 പേരുടെ കൂട്ടത്തിലായിരിക്കുവാൻ എന്ത് വില നൽകാനും കർത്താവെ, എന്ത് വില എന്ന് പറയുമ്പോൾ എന്ത് വില നൽകേണ്ടത്? നമ്മുടെ സ്വയജീവൻ്റെ വില, നമ്മുടെ സ്വന്തം ഇഷ്ടം കർത്താവെ. അതിനായിട്ട് എത്ര വീഴ്ചകളോ താഴ്ചകളോ ഉണ്ടായാലും വീണ്ടും നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നത് നല്ല മനസ്സാക്ഷിയോടെ കർത്താവിന് പൂർണ്ണമായിട്ടുള്ളൊരു വിധേയത്വത്തോടു കൂടി, സമർപ്പണത്തോടു കൂടി നമ്മളായിരിക്കുവാണെങ്കിൽ നമ്മൾ അന്ന് 144,000 പേരുടെ കൂട്ടത്തിൽ നമ്മളും കാണപ്പെടും. അല്ലെങ്കിൽ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മുടെ സ്വർഗത്തിൽ നമ്മളെ അദ്യത്തോളം വിശ്വാസത്തിലും സ്നേഹത്തിലുമൊക്കെ നിലനിന്ന നമ്മൾ സ്വർഗത്തിൽ അവിടെ കാണും. പക്ഷേ കർത്താവിന് കാന്തയായിട്ടായി തീരത്തില്ല. ജയിക്കുന്നവരാണ് കർത്താവിൻ്റെ കൂടെ കാന്തയായിട്ട് സിംഹാസനത്തിലിരിക്കുവാൻ വരം നൽകുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 3:21 നമ്മൾ വായിക്കുന്നത്. പൊതുവെ ക്രിസ്തീയ കോളത്തിലുള്ള പഠിപ്പിലെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമ്പോൾ അങ്ങ് കർത്താവിൻ്റെ കാന്തയായി തീരുന്നു, സഭ കർത്താവിൻ്റെ കാന്തയാകുന്നു എന്ന് നമ്മളൊരു ഒഴുക്കം മട്ടിൽ സാധാരണ അങ്ങ് പറഞ്ഞു പോകാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നു, സഭയിലെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചവരും ആ അതിവിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നവരാണ് കർത്താവിൻ്റെ കാന്തയായിട്ട് തീരുന്നതെന്നാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത്. അത് അന്തിമോചനം പുസ്തകത്തിൽ, സാങ്ക്ടുവറിൻ്റെ അന്തിമോചനം പുസ്തകത്തിലും വേറെ വളരെ റിപ്പീറ്റഡായിട്ട് ആ കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാം. അത് നമ്മളെ
വെല്ലുവിളിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അത് ചിലർക്ക് മാത്രം ദൈവം കൊടുക്കുന്ന ഒരു ഒരു അവസരമല്ല. എല്ലാവർക്കും അതിനുള്ളൊരു അവസരമുണ്ട്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കാം, നമ്മൾ യൗവനക്കാരായിരിക്കാം, നമ്മൾ മുതിർന്നവരായിരിക്കാം. പക്ഷെ നമുക്ക് ദൈവം തന്നിട്ടുള്ള വെളിച്ചത്തിനൊത്തവണ്ണം നമ്മെ തന്നെ അങ്ങ് സമ്പൂർണ്ണമായിട്ടും അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ച്, കർത്താവ് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ അല്ല, അവിടുത്തെ ഇഷ്ടം പോലെ സമ്പൂർണ്ണമായിട്ടും ജീവിക്കണം, എനിക്കത് കഴിയുന്നില്ല, പക്ഷേ അവിടുന്ന് സഹായിക്കണമേ എന്നുള്ളൊരു നിലവിളി മതി. ആ നിലവിളി ഉണ്ടെങ്കിൽ ദൈവം തന്നെ കർത്താവ് നമ്മൾ നടത്തിക്കോളും. പക്ഷേ നമ്മളതൊരു ഇതൊന്നും അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് തട്ടിമുട്ടിയും പോയാൽ മതി എന്നുള്ളൊരു മിനിമം അജണ്ട ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് കർത്താവിന് പോലും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ അങ്ങനൊരു എന്നെ അടിക്കണ്ട അമ്മാവ ഞാൻ നന്നാവത്തില്ലെന്ന് ചിലർ പറയുന്നതൊക്കെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ, പക്ഷേ നമുക്കൊരു കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിക്കണം. അവിടുന്ന് എനിക്കായിട്ട് എല്ലാമായി തീർന്നപ്പോൾ ഞാൻ എന്നെ തന്നെ റിസർവ് ചെയ്ത് കുറച്ച് കഷ്ടിച്ച് മുഷ്ടിച്ചും കുറച്ച് മാത്രം സമർപ്പിച്ച് ഒരു 30% സമർപ്പിച്ച് ബാക്കി 70% എനിക്ക് വേണ്ടി തന്നെ ഞാൻ ജീവിക്കുവാണെങ്കിൽ ഞാനൊരു 30 മേനി ക്രിസ്ത്യാനിയായിരിക്കും. 30 മേനി 60 മേനി 100 മേനി വിളയുന്ന ഫലത്തെക്കുറിച്ച് കർത്താവ് മത്തായി 13 മർക്കോസ് 4 ലൂക്കോസ് 8 ഒക്കെ പറയുന്ന വിതയ്ക്കുന്നതിൻ്റെ ഉപമ നമുക്കറിയാം. അപ്പം എന്നാൽ 60% സമർപ്പിച്ചു. 30% ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ പ്രാകാരമെത്തി. പിന്നെ 60 മേനി എന്ന് പറയുമ്പോൾ വിശുദ്ധ സ്ഥലം എത്തി. വിശുദ്ധ സ്ഥലം 60% കർത്താവിനെ സമർപ്പിച്ച് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ആക്റ്റീവാണ് എന്ന കാര്യങ്ങളോട് അടുത്ത് വരുമ്പോൾ പിന്നെയും എൻ്റെ ഇഷ്ടം അതിന് ഞാൻ പിടിച്ച മുയലിനും 10 കൊമ്പെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെ അങ്ങ് തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് അങ്ങ് ചെന്നില്ല. അപ്പോൾ 60 മേനിയായി. എന്നാൽ 100% കർത്താവേ എൻ്റെ ഒരു മേഖലയിൽ എൻ്റെ ഇഷ്ടം പോലെ അല്ല, അവിടുത്തെ ഇഷ്ടം പോലെ മതി എന്ന് പറഞ്ഞ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ആ തിരശ്ശീലയും താണ്ടി അതിവിശുദ്ധ സ്ഥലത്ത് 100 മേനി ക്രിസ്ത്യാനികളായിട്ട് 144,000 പേരുടെ കൂട്ടത്തിൽ അന്ന് നമ്മൾ പുതിയ പാട്ട് പാടുന്നവരായിട്ട് പുതിയ വഴിയിൽ പോകുന്നവർക്ക് പുതിയ പാട്ട് പാടാനൊക്കെ എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് പറയുന്നത്, ഇപ്പം ഒരു കൊയർ പ്രാക്ടീസിൽ പുതുതായിട്ട് ചേരുന്നവർക്ക് ആ പുതിയ പ്രാക്ടീസ് കിട്ടുന്നവർക്ക് അത് പാടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ പുതിയ വഴിയിൽ, ജീവൻ്റെ പുതുവഴിയിൽ എന്നാണ് നമ്മളവിടെ എബ്രായർ 10 20 വാക്യം 19-20 വാക്യങ്ങൾ നമ്മൾ എപ്പോഴും എല്ലാ ആഴ്ചയും പറയുന്ന വാക്യങ്ങളാണ്. പക്ഷേ എല്ലാവർക്കും പരിചിതമാണെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ വാക്യങ്ങൾ എടുക്കാറില്ല. ആ ജീവൻ്റെ പുതുവഴി എബ്രായർ 10 19-20 വാക്യങ്ങൾ, ന്യൂ ആൻഡ് ലിവിങ് വേ. ആ ന്യൂ എന്നുള്ള വാക്ക് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ന്യൂ എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ജീവനുള്ള പുതുവഴിയായി എന്നാണ് മലയാളത്തിൽ 19 വാക്യത്തിലുള്ള. ഇംഗ്ലീഷിൽ 20 വാക്യം എ ന്യൂ ആൻഡ് ലിവിങ് വേ. ഞാൻ പലപ്പോഴും 19-20 രണ്ടും കൂടി ചേർത്ത് പറയുന്നത് വെച്ചാൽ മലയാളത്തിൽ 19 ആണെങ്കിൽ ഇംഗ്ലീഷിൽ 20. അപ്പം ന്യൂ ആൻഡ് ലിവിങ് വേ, ന്യൂ ജീവനുള്ള പുതുവഴിയായെന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ എക്സാക്റ്റ് ആയിട്ട് പുതിയതും ജീവനുമുള്ള വഴി. ആ പുതിയതും എന്നുള്ള വാക്ക് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രാസ്ഫെറ്റാസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. പ്രാസ്ഫെറ്റാസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ വെളിപാട് പുസ്തകത്തിലും പുതിയ പാട്ട് പാടി, അവിടെ പുതിയ കൈനാസ് എന്ന് പറഞ്ഞൊരു ഫ്രഷ് ന്യൂ എന്നുള്ള അർത്ഥത്തിലുള്ള വാക്കാണ്. പക്ഷേ ഇവിടെ ഈ ഒരിടത്ത് മാത്രം പ്രയോഗിച്ചിട്ടുള്ള, പുതിയ നിയമത്തിൽ ഈ ഒരിടത്ത് മാത്രമേ ഈ പ്രാസ്ഫെറ്റാസ് എന്നുള്ള വാക്ക് പ്രയോഗിച്ചിട്ടുള്ളൂ. അത് ഈ എബ്രായർ 10 20 വാക്യത്തിൽ. അത് റീസെൻ്റ്ലി മെയ്ഡ് ന്യൂ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ എക്സാക്ട് മീനിങ് എന്ന് പറഞ്ഞാൽ ഫ്രഷ്ലി കിൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഞെട്ടിപ്പോയി. എന്തോ ഫ്രഷ്ലി കിൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം കൊല ചെയ്യപ്പെട്ട എന്നുള്ള അർത്ഥം. എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്താ, ഇപ്പം അറുത്ത കോഴി എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇപ്പം പിടിച്ച മീൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ്ലി കിൽഡ്. എന്നാൽ ആ വാക്ക് ഗ്രീക്കിൽ, ആ വാക്ക് പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനം ചൂസ് ചെയ്ത് എന്തായിരിക്കും അത്. പക്ഷേ അത് ഏതൊരു പരിഭാഷയിൽ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് വായിക്കുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ആ വാക്ക് സെലക്ട് ചെയ്ത് എന്തായിരിക്കണം നമുക്കറിയാം. അത് ജീവനുള്ള പുതുവഴി, ജഡമാകുന്ന തിരശ്ശീലയുടെ ചീന്തലിൻ്റെ കാര്യം അവിടെ പറയുന്നത്. അപ്പം കർത്താവിൻ്റെ ജഡം, കർത്താവിൻ്റെ സ്വന്തം ഹിതം. ആ മലയാളത്തിലത് ദേഹം എന്ന തിരശ്ശീല എന്ന് തെറ്റായിട്ടുള്ള ട്രാൻസ്ലേഷനാണ്. ഞാൻ എൻ്റെ ബൈബിളിൽ ആ ദേഹം എന്നുള്ളതിൻ്റെ മേലെ ജഡം എന്ന് എഴുതിയിട്ടുണ്ട്. സാക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം അവിടെ 19 വാക്യത്തിൽ, മലയാളത്തിൽ 20 വാക്യത്തിൽ, ഇംഗ്ലീഷിൽ. അപ്പം ആ കർത്താവിൻ്റെ ദേഹം ശരിയാണ്, അടിക്കപ്പെട്ടു, ഉഴുവജാല് പോലെയൊക്കെ കർത്താവിൻ്റെ പുറമായി എന്നൊക്കെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതെല്ലാം ശരി തന്നെ. പക്ഷേ മേളിൽ നിന്ന് താഴെ വരെ ചീന്തപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ ജഡം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം. കർത്താവ് നമ്മെപ്പോലുള്ള ഒരു ജഡത്തിലാണ് വന്നത്. അത് അങ്ങനെ വന്നിട്ടില്ല എന്നൊക്കെയാണ് ക്രിസ്തീയ ലോകത്തിൽ അനേകരിന്ന് പഠിപ്പിച്ച് വെച്ച് ഇത് പഠിപ്പിക്കുന്നവരെ ദുരുപദേശക്കാരെന്ന് വിളിക്കുന്നത്. എന്നാൽ കർത്താവ് പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ് വന്നതെന്നാണ്, ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷിലാണ് വന്നതെന്നാണ് റോമർ 8:3 വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെടാൻ ഒരു ജഡത്തിൽ കർത്താവ് വന്നു. ആ ജഡം ചിന്തിയാണ് ആ ഫ്രഷ്ലി കിൽഡ്. ആ ജഡം ചീന്തപ്പെട്ട അതാണ് അതിൻ്റെ ഒരു ന്യൂനെസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പുതുപാട്ട് പാടണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ
ഇന്നലെ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെയോ ഇന്ന് ഉച്ചയ്ക്കോ സമർപ്പണം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് കുറച്ച് മുമ്പ് സമർപ്പണം ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ അൾത്താരയിലാണോ സ്നേഹചരടുകളാൽ കർത്താവിനോട് ചേർത്ത് ബന്ധിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച അവസാനം ആ പാട്ട് പാടിയല്ലോ. യാഗമൃഗത്തെ യാഗപീഠത്തോട് ബന്ധിച്ചിരിക്കുന്ന അവസ്ഥയാണോ, അതാ സ്നേഹചരടുകളാൽ ഒരു ബന്ധനം. നമ്മൾ ആ 118 സങ്കീർത്തനത്തിൽ അത് വായിക്കുന്നുണ്ട്. 118 സങ്കീർത്തനത്തിൽ ഈ യാഗമൃഗത്തെ ബന്ധിക്കുന്ന ഒരു പിക്ചർ നമുക്ക് അറിയാം. 118 സങ്കീർത്തനത്തിൻ്റെ 27 വാക്യമാണ്, യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു, യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവിൻ. യാഗപീഠത്തിന് കൊമ്പുകൾ, ഹോൺസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് എന്തിനാന്ന് ചോദിച്ചാൽ ഈ യാഗമൃഗത്തെ ഫെസ്റ്റിവൽ സാക്രിഫൈസ്, ബൈൻഡ് ദ ഫെസ്റ്റിവൽ സാക്രിഫൈസ് വിത്ത് കോർഡ്സ് ടു ദ ഹോൺസ് ഓഫ് ദ ഓൾട്ടർ. ഈ യാഗപശുവിനെ, യാഗമൃഗത്തെ സ്നേഹത്തിൻ്റെ കയർ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ നിർബന്ധത്തിൻ്റെ ഒരു കയറല്ല, ക്രിസ്തുവിനെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നാണ് 2 കൊരിന്ത്യർ 5:14 പൗലോസ് പറയുന്നത്. അപ്പം അവിടെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള ആകെയുള്ള നിർബന്ധം പറഞ്ഞാൽ കർത്താവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ നിർബന്ധം. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ നിർബന്ധം എന്ന് പറഞ്ഞാൽ ആ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ വരുന്ന റോമർ 5:5 സ്നേഹം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് നിറയ്ക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹച്ചരടുകൾ ആണ് സ്നേഹത്തിൻ്റെ ആ സ്നേഹച്ചരടുകൾ, പരിശുദ്ധാത്മാവിലൂടെയുള്ള ആ സ്നേഹച്ചരടുകൾ, കർത്താവിൽ നിന്നുള്ള സ്നേഹച്ചരടുകളാണ് നമ്മളെ ആ ഒരു സമർപ്പണത്തിൽ തന്നെ, ആ ഒരു 0 പോയിന്റിൽ തന്നെ പിതാവിനെ കാണാതെ കർത്താവ് പിതാവ് ചെയ്ത് കാണിച്ചിരുന്നാൽ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു എപ്പോഴും ആ ഒരു 0 പോയിന്റിൽ കർത്താവ് ആ ഒരു യാഗപീഠത്തെങ്കിലായിരുന്നത് പോലെ അങ്ങനെ നമ്മളും ആയിരിക്കുകയാണെങ്കിലാണ് നമുക്കൊരു എന്താണ് പറയുന്നത്, ന്യൂ സോങ് പാടാനൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു അസ്വസ്ഥത, പരാതി, ആകുല ചിന്തകൾ, അയ്യോ നാളെ എന്താവോ, അല്ലെങ്കിൽ അത് ശരിയാവൂ, ഇത് ശരിയാവൂ, അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ഈ പ്രാർത്ഥിച്ച ദൈവം ഉത്തരം തന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതയായിരിക്കും. മാർത്തയെ പോലെ നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷേ അങ്ങനെ പലരെക്കുറിച്ച് പരാതിയും പരിഭവവും അസ്വസ്ഥതയും അശുദ്ധിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മെ തന്നെ ഒരു 0 ആയിട്ട് അങ്ങ് സമർപ്പിക്കുമ്പോൾ അവിടെ നമുക്കൊരു പുതിയ പാട്ടുണ്ട്. അത് വേറെ ആർക്കും പാടാനൊക്കത്തില്ല. നമുക്ക് കുഞ്ഞാട് പോകുന്നിടത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇന്നും നിത്യതയിലും മനുഷ്യരുടെ ഇടയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു എന്ന് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 4-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് 14-ന്റെ 4-ാമത്തെ വാക്യത്തിൽ അത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഭോഷ്കില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ആ പല കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നദാനിയലിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ, അനന്യ സഫേരയുടെ കാര്യങ്ങളൊക്കെ കണ്ടു. വെളിപാട് 21-ാം അധ്യായത്തിൽ ഈ പുതു യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഡയമെൻഷൻസിനെ കുറിച്ച് പറയുന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അതും അതിൻ്റെ 16-ാമത്തെ വാക്യം, വെളിപാട് 21-ാം അധ്യായത്തിന് 16-ാമത്തെ വാക്യത്തിൽ, അതും വെളിപാട് പുസ്തകത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് വായിച്ചത്, ഇടയ്ക്ക് പിന്നീട് ഞാനത് എടുത്ത് നോക്കിയതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വെളിപാട് 21-ന്റെ 16-ാമത്തെ വാക്യത്തിൽ നഗരം, ഈ പുത്തൻ യെരുശലേം സഭയാകുന്ന, കാന്തയാകുന്ന ഈ പുത്തൻ യെരുശലേം നഗരം സമചതുരമായി കിടക്കുന്നു, അതിൻ്റെ വീതിയും നീളവും സമം, അളവുകൾ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു, അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അപ്പം നമ്മൾ ഈ ഡയമെൻഷൻസൊക്കെ ഓൾറെഡി പുറപ്പാട് പുസ്തകത്തിൽ ഡയമെൻഷൻസ് ഒക്കെ കണ്ട് നമ്മൾ മടുത്തെന്ന് ആയിരിക്കും പലരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെയും കുറച്ച് ഡയമെൻഷൻസ് എന്നാൽ വചനത്തിൽ എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. അത് ഡയമെൻഷൻസ് സെയിമാന്ന് പറയുമ്പോൾ അതൊരു ക്യൂബാണെന്നർത്ഥം. എന്നുവെച്ചാൽ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണെങ്കിൽ എന്താണ് ആ സംഭവം എന്ന് ചോദിച്ചാൽ കുഞ്ഞു പിള്ളേർ വരെയും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ പറയും അത് ക്യൂബാന്ന് പറയും. എന്ന് പറഞ്ഞാൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഡയമെൻഷൻസേ ആയുള്ളൂ, ലെങ്തും ബ്രെഡ്ത്തും. പിന്നെ ഹൈറ്റും കൂടെ ആകുമ്പോൾ അത് 3 ഡയമെൻഷൻസ് ആയി. അപ്പം നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോയാൽ അതിവിശുദ്ധ സ്ഥലവും ക്യൂബിൻ്റെ ആകൃതിയിലാണ്, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റ് സെയിം. അപ്പോൾ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം അത് അന്തിമവിജയം പുസ്തകത്തിൽ അത് സാങ്ക്ലറിൽ നിന്ന് വായിക്കുമ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ നമ്മളെ കാണുന്ന ഒരു ആത്മീയതയാണ് ഈ ഒരു ലെങ്തും ബ്രെഡ്ത്തും എന്നിരിക്കട്ടെ. എന്നാൽ നമ്മളോട് അടുത്ത് വരുമ്പോൾ നമ്മളുടെ ആഴം എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ആ ഡെപ്ത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പുറമേ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു ഭക്തിയുണ്ട്. നമ്മളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, നമ്മളെങ്ങനെ ഇടപെടുന്നു, നമ്മളുടെ സാക്ഷ്യം, അതൊക്കെ ഒരു ലെങ്തും ബ്രെഡ്ത്തും മാതിരിയുള്ള 2 ഡയമെൻഷൻസ്. എന്നാൽ നമ്മുടെ ആഴം എന്ന് പറയുന്നത് നമ്മളുടെ അകത്തെ പ്രൈവറ്റ് ലൈഫ്, നമ്മളുടെ ചിന്തകൾ, നമ്മുടെ രഹസ്യ ജീവിതം, നമ്മുടെ വീട്ടിൽ വേറെ ആരും കാണാത്ത സമയത്ത് നമ്മുടെ വീട്ടുകാരോട് നമ്മളെങ്ങനെ പെരുമാറുന്നു, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് നമ്മളായിരിക്കുമ്പോൾ, അവിശ്വാസികളായിട്ട് ബന്ധുക്കളുമായിട്ടൊക്കെ ആയിരിക്കുമ്പോൾ, നമ്മൾ യാത്രയിലായിരിക്കുമ്പോൾ, പലയിടങ്ങളിലായിരിക്കുമ്പോൾ അവിടെയാണ് ഈ ഡെപ്ത്. രഹസ്യ ജീവിതത്തിൽ അവർ ബുദ്ധിയുള്ള കന്യകമാർ രഹസ്യത്തിൽ എണ്ണ ശേഖരിച്ച് വെച്ചവരായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ മണലിന്മേൽ വീട് പണിയാതെ ആഴത്തിൽ കുഴിച്ച് രഹസ്യത്തിലുള്ള ജീവിതത്തിലുള്ളൊരു വിശ്വസ്തത, അത് ആ ഒരു നമ്മൾ കാണുന്നത് പോലെ തന്നെ
അകത്തും അവിടെ ഒരു ഭോഷ്കില്ല. അതാ ഞാനിപ്പം ആ വെളിപാട് 14:5 നിന്ന് ഇങ്ങോട്ട് വന്നേ, വെളിപാട് 21:16 വന്നതെന്ന് വെച്ചാൽ ഭക്തി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എന്തിനാ പറയുന്നത്, അതിനകത്ത് വേറെ പറയുന്നുണ്ട്, അതായത് ഒരു വലിയൊരു സ്ക്വയറോ ആയിരിക്കുന്നതിലും ചെറിയൊരു ക്യൂബ് ആയിരിക്കുന്നത് നല്ലതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു സ്ക്വയർ, വലിയ ഭക്തിയുടെ വേഷമൊക്കെ ഉണ്ട്, എന്നാൽ ശക്തി ഒട്ടുമില്ല. അങ്ങോട്ട് നോക്കുമ്പോൾ പേപ്പർ തിന്നേ ഉള്ളൂ, അങ്ങോട്ട് ആഴമൊന്നുമില്ല. അടുത്ത് വരുമ്പോഴാവോ ഇദ്ദേഹം വലിയ ആത്മീയനാന്നൊക്കെ വിചാരിച്ചു അടുത്ത് വന്ന് സംസാരിച്ച് ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ് എത്ര ജഡികനായിട്ടുള്ള മനുഷ്യനെ, പുള്ളിയുടെ പ്രയോറിറ്റി മുൻഗണനയൊക്കെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ്, പുള്ളിയുടെ സ്വന്തം പേരും പെരുമയും അല്ലെങ്കിൽ പുള്ളിയുടേതായ സുഖവും സൗകര്യവും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. വലിയ ആത്മീയനാന്നൊക്കെ വിചാരിച്ചു, വലിയ വചനപ്രസംഗനാന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കാര്യത്തോട് അടുത്ത് വന്നപ്പം പണത്തോടുള്ള മനോഭാവം അല്ലെങ്കിൽ വേറെ പല പല മനോഭാവങ്ങളോട് അടുത്ത് വരുമ്പോൾ പുള്ളിയുടെ ജൂനിയറായിട്ടുള്ള ആൾക്കാരുടെ മനോഭാവമൊക്കെ അടുത്ത് വന്നപ്പോഴാണ് ഇത്രയേ ഉള്ളായിരുന്നു, വലിയ ഡെപ്തൊന്നുമില്ല, ആഴമൊന്നുമില്ലായിരുന്നു, മണലുമേൽ പോലെ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ നമ്മളിനിപ്പം ചെറിയൊരു ചെറിയൊരു ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് ഉള്ളൂ, പക്ഷെ അത്രയും തന്നെ നമുക്കൊരു ഡെപ്ത് ഉണ്ടെങ്കിൽ ചെറിയൊരു ക്യൂബ്, വലിയൊരു സ്ക്വയർ ആയിരിക്കുന്നതിലും ചെറിയൊരു ക്യൂബ് ആയിരിക്കുന്നത് നല്ലതെന്ന് നമ്മളവിടെ അന്തിമവിജയം പുസ്തകത്തിൽ ആ പോർഷനൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ പോർഷനൊക്കെ വായിക്കാവില്ല. അപ്പം ഞാൻ അപ്പം പോഷ്കില്ലായിരുന്നു എന്ന് പറയുമ്പം എന്താ പറയുക, ഈ എന്താ പറയുക, ഈ കാന്ത, ഉത്തമഗീതത്തിലെ കാന്തയൊക്കെ പോലെയുള്ള ഈ കാന്ത, അവൾക്ക് ആ ഒരു ആഴമുണ്ട്. അവർ രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുന്നവരെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയും ഭക്തിയല്ല. നമ്മൾ മത്തായി 6-ാം നമ്മളത് വായിക്കുന്നുണ്ട്. കർത്താവിനോ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളാവട്ടെ, പിന്നെന്താ പ്രാർത്ഥിക്കുന്ന കാര്യമാവട്ടെ, ഉപവസിക്കുന്ന കാര്യമാവട്ടെ, അതെല്ലാം രഹസ്യത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഇത്ര കാര്യങ്ങൾ ഞാൻ എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിച്ചു, എത്ര ചിലവാക്കി, എത്ര ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു, അതൊന്നുമല്ല. കുറച്ച് രഹസ്യത്തിലുള്ള പിതാവ് കാണുക. എന്നാൽ ചിലപ്പം മറ്റുള്ളവരെ കണ്ടുപിടിക്കുകയോ അറിയുകയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷേ മറ്റുള്ളവർ അതിൽ മഹത്വം തരുമ്പോഴും നമ്മളതിലൊന്നും അതൊക്കെ ദൈവത്തിനായിട്ട് കർത്താവിന് എന്നവണ്ണം ചെയ്ത് കർത്താവിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളൊരു കാര്യം. ആ ഒരു കർത്താവിൽ നിന്ന് കർത്താവിലൂടെ കർത്താവിലേക്ക് നമ്മൾ റോമർ 11:36 വായിക്കുന്നത് പോലെ അതാ ഭോഷ്കൊന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് 6-ാമത്തെ വാക്യം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ഭൂകളോട് ഇവിടെ ദൂതൻ നിത്യസുവിശേഷം പ്രഘോഷിക്കുന്നു. ഭൂവാസികളെ ഇവിടെ ഭൂമിയിൽ ഇരിക്കുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് ഈ ഭൂമിയിലെ മാനം, ധനം, സുഖം, സൗകര്യങ്ങൾ എന്നിവ ആസ്വദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരാണ് ഇവർ. വാക്യം 7. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ന്യായവിധി വന്ന് പതിക്കുന്നതിന് മുമ്പ് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുത്ത് സൃഷ്ടാവിനെ നമസ്കരിപ്പിൻ എന്ന് ഭൂവാസികൾക്ക് നൽകുന്ന അന്തിമ ക്ഷണമാണിത്. മനുഷ്യർ ദൈവത്തെ ഭയപ്പെടുകയോ അവിടുത്തേക്ക് മഹത്വം കൊടുക്കുകയോ സൃഷ്ടാവെന്ന നിലയിൽ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവർ തിന്മയിൽ മുഴുകുന്നത്. റോമർ 1:20-32 വരെയുള്ള വാക്യങ്ങൾ നമ്മളോട് പറയുന്നത്, സൃഷ്ടിയിൽ മനുഷ്യൻ ദൈവമഹത്വം കണ്ടിട്ടും അവർ നന്ദി കാണിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ദൈവത്തിന് മഹത്വം കൊടുക്കുകയോ ചെയ്തില്ല എന്നാണ്. അതുകൊണ്ട് അവർ പാപത്തിൽ കൂടുതൽ കൂടുതൽ ആഴ്ന്നു പോവുകയും ദൈവം അവരെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്തു. ന്യായവിധിയുടെ നാഴികയും രക്ഷാ ദിവസവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 6:2. ന്യായവിധിയേക്കാളേറെ കൃപയുടെ പ്രവൃത്തിയിൽ ഉദ്യുക്തനാണ് ദൈവമെന്ന് ഇത് നമ്മെ വീണ്ടും പഠിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ കൃപയേക്കാളേറെ ന്യായവിധിയിൽ നിന്ന് പ്രവർത്തിക്കുവാനാണ് നമ്മുടെ ആദാമ്യ പ്രകൃതിക്ക് താല്പര്യം. നമുക്ക് ന്യായവിധിക്ക് ഒരു ദിവസവും കൃപയ്ക്ക് ഒരു നാഴികയും ആണുള്ളത്.
പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നേരെ മറിച്ചാണ്. ഏദൻ തോട്ടത്തിൽ നാം ആദാമിന്റെ സ്വഭാവം കാണുന്നു. ദൈവത്താൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദാം ആദ്യം ചെയ്തത് തന്റെ ഭാര്യയുടെ നേരെ കുറ്റപ്പെടുത്തുന്ന വിരൽ ചൂണ്ടുകയായിരുന്നു. മറ്റുള്ളവരെ വിധിക്കുകയും വിമർശിക്കുകയും കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യുന്ന അരിഷ്ട സ്വഭാവത്തിൽ നിന്ന് ക്ഷമിക്കുകയും മഹാമനസ്കതയോടെ പെരുമാറുകയും ചെയ്യുന്ന തന്റെ സ്വഭാവത്തിലേക്ക് നമ്മെ തിരിക്കുവാനാണ് ഇപ്പോൾ കർത്താവ് ശ്രമിക്കുന്നത്. പരമാവധിയിലെത്തുമ്പോൾ മാത്രമേ ദൈവം ന്യായവിധിക്ക് തുനിയുകയുള്ളൂ. മറ്റാളുകളോട് പെരുമാറുമ്പോൾ കരുണയുടെ ഹൃദയം നമുക്കും ഉണ്ടായിരിക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 14 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നമ്മളിപ്പം വായിച്ചു. ആൻഡ് ഐ സോ അനദർ ഏഞ്ചൽ എന്ന് പറഞ്ഞ് പ്രീവിയസ് ആൻഡ് എന്നുള്ള വാക്ക് മലയാളത്തിൽ ഇനി വന്നിട്ടില്ല. അതോടെ കണക്റ്റഡ് ആയിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇത് കൃത്യമായിട്ട് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ഒരു ദൂതന്മാരിലൂടെ ദൈവം അവസാനമായിട്ടുള്ളൊരു വാർണിംഗ് ഉള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ദൂതൻ അങ്ങനെ പറയുന്നു. പിന്നീട് ഒരു ദൂതൻ അനദർ ഏഞ്ചൽ എന്ന് പറഞ്ഞ് വേറൊരു ദൂതൻ എന്ന് പറഞ്ഞ് 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ദെൻ അനദർ ഏഞ്ചൽ 9-ാമത്തെ വാക്യത്തിൽ 3-ാമത് വേറൊരു ദൂതൻ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നു. അപ്പം അങ്ങനെയുള്ള അവിടെയും നമ്മൾ അതിൻ്റെ 12-13 വാക്യങ്ങളിലൂടെയൊക്കെ പോകുമ്പം അവിടെ വിശുദ്ധന്മാരുടെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ സഹിഷ്ണുതയെക്കുറിച്ചുമൊക്കെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 13-ാം അധ്യായത്തിൽ നമ്മൾ അതുപോലൊരു വാക്ക് 10-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലൊരു വാക്യം ഇവിടെ 14-12 വായിക്കുന്നു. അത് കഴിഞ്ഞിട്ടും പിന്നീട് ആ സമയത്ത് ശേഷം മരിക്കുന്ന വിശുദ്ധന്മാർ ഭാഗ്യവാന്മാർ എന്നൊക്കെ പറയുന്നൊരു കാര്യമൊക്കെ വായിക്കുന്നു. അപ്പോൾ കർത്താവ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് ആണ് ഈ സ്വർഗത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ. അപ്പം ദൂതന്മാർ ശബ്ദിക്കുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ ആക്ഷരികമായിട്ടൊരു സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കൂ എന്നുള്ള കാര്യം നമുക്ക് പറയാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ വെളിപാട് പുസ്തകം ആലങ്കാരിക ഭാഷയിലാണല്ലോ. അപ്പം പല സംഭവങ്ങളിലൂടെയോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തന്നെ പ്രവാചകന്മാരിലൂടെ, ദൈവത്തിൻ്റെ തന്നെ ദൈവമനുഷ്യരിലൂടെയൊക്കെയുള്ള വാർണിങ്സ് ഒക്കെ ആയിരിക്കും, സഭയിലൂടെ ദൈവമനുഷ്യരിലൂടെയൊക്കെയുള്ള വാർണിംഗ് ആയിട്ടൊക്കെ ആയിരിക്കും അത് ഭൂമിയിലുള്ളവർക്കെല്ലാം കേൾക്കാൻ തക്കവണ്ണം. ഇന്ന് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ യുഗമായതുകൊണ്ട് ഏത് ഭൂമിയുടെ ഏത് കോണിലേക്കും ഒക്കെ ഈ ഒരു സുവിശേഷത്തിൻ്റെ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത് തന്നെ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കായിട്ടാണെന്ന് സാങ്ക്ലറൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ സാത്താൻ്റെതായ പേർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം അത് ഇങ്ങനൊരു ഫെസിലിറ്റിയൊക്കെ കണ്ടുപിടിക്കാൻ അനുവദിച്ചത് തന്നെ അത്രയും കർത്താവിൻ്റെ വചനം എല്ലാവരിലേക്കും ഏത് കോണിലേക്കും എത്തപ്പെടുവാൻ വേണ്ടി ആണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ 6-ാമത്തെ വാക്യം, വെളിപാട് 14-ന്റെ 6-ാമത്തെ വാക്യത്തിൽ അപ്പോൾ ഈ 144,000 പേര് പോഷകമൊന്നുമില്ലാതെ കുഞ്ഞാടിൻ്റെ കൂടെ അവിടെ പുലിമല നിൽക്കുന്ന ഒരു 144,000 പേര് കാണുന്നു. എന്നാൽ പെട്ടെന്ന് ഫോക്കസ് ലൈറ്റ് ഒന്ന് മാറി ചില കാര്യങ്ങൾ, കുറച്ച് സംഭവങ്ങൾ പറയുക. നമ്മളിപ്പം എന്തിനു പറയുന്നത്, ഒരു ഡോക്യുമെൻ്ററി ഒക്കെ കാണുമ്പോൾ ഒരിടത്ത് നമ്മൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നു, പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ വേറൊരു സ്ഥലത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ അവിടെ ദൂതൻ പറക്കുന്ന കാര്യമൊക്കെ കാണുന്നത്. ഇപ്പം ദൂതന്മാർക്ക് പറക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ഇപ്പം വേറൊരു ദൂതൻ ആകാശമധ്യേ, മിഡ് ഹെവൻ എന്ന ഇംഗ്ലീഷിൽ NSB കൊടുത്തേക്കുന്ന ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട്, ഭൂവാസികളോടാണ് ഈ എക്സോട്ടേഷൻ. സ്വർഗീയവാസികളെക്കുറിച്ച് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാർ ദൈവകൽപ്പനയും ഈ വെളിപാടിൻ്റെ 14-ന്റെ 12-ലെ ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം എന്ന് പറയുമ്പോൾ അവിടെ വിശുദ്ധന്മാരെപ്പോഴും ഉണ്ട്, ദൈവമക്കൾ അവിടെ എപ്പോഴും സാക്ഷികളായിട്ടുണ്ട്. അവർ സഹിഷ്ണുതയോടെ കർത്താവിലുള്ള വിശ്വാസത്തോടെ ഈ സമയത്തും ഒക്കെ ആയിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിൽ സ്വർഗീയവാസികളായിട്ട് ദൈവമക്കൾ ജീവിക്കുമ്പം ഭൂവാസികളായിട്ട്, ഭൂമിയിൽ തന്നെ വസിക്കുന്നവരായിട്ട്, ദോസ് ഹു ലിവ് ഓൺ ദ എർത്ത് എന്ന NASB ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കൺസർവേറ്റീവ് വേർഷനിൽ
ദോസ് ഹു സിറ്റ് ഓൺ ദ എർത്ത്, അത് നമ്മളിപ്പോൾ NASBയിൽ നമ്മൾ അന്തിമോചനം പുസ്തകത്തിൽ സാങ്ക്ലിയർ എഴുതിയൊക്കെ നമ്മൾ വായിച്ചത് മാർജിനിൽ ദോസ് ഹു സിറ്റ് ഓൺ ദ എർത്ത് വെച്ചാൽ ഭൂമിയിൽ തന്നെ അങ്ങ് ഇരിക്കുന്നവർ, ഭൂമിയിലങ്ങ് ഇരിപ്പുറപ്പിച്ചു, അവരങ്ങ് ഇരിപ്പുറപ്പിച്ചു. എന്താ ഭൂമി തന്നെ ലോകത്തിൻ്റെ ഭാര്യയെ പോലെ ഭൂമിയിലുള്ള കാര്യങ്ങൾ, അതായത് ആ കാര്യങ്ങൾ അവരുടെ ചിന്തയും കാര്യങ്ങളും ഒക്കെ നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും, അതായത് വെള്ളത്തിലാണെങ്കിലും വള്ളത്തിലെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകം നമ്മളിലേക്ക് വന്ന് കടന്ന് കൂടാൻ തക്കവണ്ണം ലോകത്തിൻ്റെ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം 1 യോഹന്നാൻ 2:16 നമ്മൾ വായിക്കുന്ന പോലെയുള്ള ആ കാര്യങ്ങളൊക്കെ നമ്മളുടെ, അതായത് പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, അതാണ് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം. മണി, ഓണർ, പ്ലഷേഴ്സ്, MHP, പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ജഡമോഹങ്ങൾ, ലോകത്തിൻ്റെ സുഖലോലുപത, പിന്നെന്താ മനുഷ്യമാനം, ആ ഒരു ആ ഒരു സെൽഫ്, ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ അങ്ങ് എൻറ്റാങ്കിൾഡ് ആയിട്ട് അതിലൊക്കെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഒരു ഭൂവാസികൾ, ആ ഒരു ദോസ് ഹു സിറ്റ് ഓൺ ദ എർത്ത്. അപ്പം പിന്നെ ഇപ്പം ഈ മാർജിനിൽ കൺസർവേറ്റീവിൽ ഇങ്ങനെ ഒരു ദോസ് ഹു സിറ്റ് ഓൺ ദ എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഗ്രീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ആ വാക്ക് ഏതാണെന്ന് വെച്ചാൽ കാറ്റക്കയോ എന്നുള്ള വാക്കാണ്. കാറ്റക്കയോ എന്ന് പറഞ്ഞാൽ ടു സെറ്റിൽ, ഡ്വെൽ, ഇൻഹാബിറ്റ് എന്നൊക്കെയാണ് അത് കുറച്ചുകൂടെ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ദോസ് ലിവ് ഓൺ ദ എർത്ത് എന്നുള്ളതിന് ദോസ് സെറ്റിൽ ഓൺ ദ എർത്ത്, അവരങ്ങ് സെറ്റിലായി. അപ്പം ഇപ്പോൾ അവിടെ മത്തായി 2:23 യോസേഫും ഒക്കെ നസ്രയത്തിൽ വന്ന് സെറ്റിലായി എന്ന് പറയാൻ വേണ്ടി ഈ കറ്റക്കോ എന്നുള്ള ഇതേ വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മത്തായി 4:13 കർത്താവ് ശുശ്രൂഷ തുടങ്ങുമ്പോൾ കഫർനഹൂമിൽ വന്ന് സെറ്റിലായി എന്ന് പറയാൻ ഈ കറ്റക്കോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എഫേസ്യർ 3:17 ക്രിസ്തു നിങ്ങളിൽ വസിക്കേണ്ടതിന് എന്ന് വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ എഫേസ്യർ 3:17 വായിക്കുമ്പോഴും ആ വസിക്കേണ്ടതെന്നുള്ളത് ഈ കറ്റക്കോ എന്നുള്ള വാക്കാണ്. എന്ന് വെച്ചാൽ കർത്താവ് നമ്മളങ്ങ് ഇൻഹാബിറ്റ് ചെയ്യുന്ന, സെറ്റിൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ സെറ്റിൽ ചെയ്യുന്നത് വെച്ചാൽ ഭൂമിയിൽ തന്നെ നമ്മൾ, ശരിയാണ്, നമുക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ഫോം ഫിൽ ചെയ്യുമ്പം ടെമ്പററി അഡ്രസ്സ്, കറണ്ട് അഡ്രസ്സ്, പെർമനൻറ്റ് അഡ്രസ്സ് എന്ന് പറയുമ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ് നമ്മൾ കൊടുക്കും. പക്ഷേ നമുക്കറിയാം നമ്മുടെ യഥാർത്ഥത്തിലുള്ള പെർമനൻറ്റ് അഡ്രസ്സ് എവിടെ, അങ്ങ് മുകളിലാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇവിടെ ഞാൻ പരദേശിയാണ്, ഇവിടെ കുറച്ച് നാളത്തേക്ക്, ശരിയാണ്, നമ്മളിവിടെ വീട് പണിയുന്നു, ഇവിടെ നമ്മൾ പല കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു, വിൽക്കുന്നു, വാങ്ങുന്നു, പല കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഭൂമിയിൽ ഉള്ള കുറച്ച് കാലത്തേക്കുള്ള ജീവിതം കർത്താവ് വരുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതാവസാനം വരെ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്കായിട്ടുമൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ, ശരിയാണ്, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത് പോലെ ലീഡ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ ഒരു കൂടാരം മാതിരിയാണ്, ഇതെല്ലാം പൊളിച്ചുകൊണ്ട് കർത്താവിലേക്ക് ചേരാനുള്ളവരാണ്. അപ്പോൾ ആ ഒരു ഭൂവാസികളോടാണ് പറയുന്നത്, ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട്. അപ്പോൾ അവർക്ക് ഈ മെസ്സേജ് ചെല്ലുന്നു, അത് ദൂതൻ വിളിച്ച് പറയുന്നതെന്നാണ് വായിക്കുന്നത്. അപ്പം സ്വർഗത്തിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം കേട്ട എല്ലാം പല ഭാഷക്കാരോട് പറയണമെങ്കിൽ ഒരേ ഭാഷയിൽ പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അപ്പം പിന്നെ അത് ആലങ്കാരിക ഭാഷയിൽ അപ്പം ദൂതൻ പറയുന്നതെന്ന് പറയുമ്പോൾ അത് അന്ന് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഓഫ്കോഴ്സ് ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവർക്കറിയാം. ഒരുപക്ഷെ അത് സഭയിലൂടെയൊക്കെ ആയിരിക്കും, ദൈവമനുഷ്യരിലൂടെയൊക്കെ ആയിരിക്കും, ആ ഒരു ദൈവത്തിൻ്റെ വായായിട്ടുള്ളവരിലൂടെയൊക്കെ ആ ദൂതൻ്റെ ആ സന്ദേശം, ആ ഒരു കാര്യങ്ങൾ അറിയിക്കുവാൻ അവൻ്റെ പക്കലൊരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. അത് സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിക്കുവാൻ അവൻ്റെ പക്കൽ ടെമ്പററി ഗോസ്പലല്ല, കുറച്ച് ഇന്ന് പലപ്പോഴും ഒരു ഇറ്റേണൽ ഗോസ്പൽ ഉണ്ടായിരുന്നെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. നിത്യസുവിശേഷം, യഥാർത്ഥത്തിലുള്ള സുവിശേഷം, സദ്വർത്തമാനം, ഗോസ്പൽ, ഗുഡ് ന്യൂസ്, നല്ല വർത്തമാനം, അത് നിത്യമായിട്ടുള്ളൊരു സുവിശേഷമാണ്. ഇന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ ഒരു വേറൊരു സുവിശേഷം കാണാനൊക്കെ, അതൊരു ടെമ്പററി ഗോസ്പൽ. ഇവിടെ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കാനൊക്കെ, നിങ്ങൾക്ക് ലോകത്ത് കുറച്ചുകൂടെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി കർത്താവിനെ പേര് വിളിച്ച്, യേശുവിൻ്റെ പേര് വിളിച്ച് കുറച്ചുകൂടെ പൈസ, കുറച്ചുകൂടെ പണത്തിനായിട്ട്, ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട്, നിങ്ങൾ കാര്യസാധ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു യേശു, ഒരു ATM മെഷീൻ മാതിരി ആവശ്യത്തിന് വേണ്ടി ചോദിക്കാൻ വേണ്ടിയുള്ളൊരു ATM മെഷീനായിട്ടുള്ളൊരു യേശു, അല്ലെങ്കിൽ മാൻ സെൻറ്റേർഡ് ഗോസ്പൽ, ഒരു ടെമ്പററി മാൻ സെൻറ്റേർഡ് ഗോസ്പൽ, ഒരു മനുഷ്യകേന്ദ്രിതമായ മറ്റൊരു സുവിശേഷം എന്നൊക്കെ 2 കൊരിന്ത്യർ 11:4 വാക്യമൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനൊരു മറ്റൊരു വ്യാജ സുവിശേഷമൊക്കെയാണ് ഇന്ന് ക്രിസ്തീയ എന്ന് പറയുന്ന കോളത്തിൽ പ്രചരിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ അധികമായിട്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് എന്തോ ഒരു അനുഭൂതിക്കായിട്ട് ചർച്ചിൽ വന്നു, എല്ലാം ആടിത്തുള്ളി പാടി
എല്ലാം കൂടെ ചാടിത്തുള്ളി അപ്പോഴത്തേക്കും പാട്ടൊക്കെ പാടി ട്രംപറ്റൊക്കെ അടിച്ച് അപ്പോഴത്തേക്കും എന്തോ ഒരു അഭിഷേകം വന്നു. അപ്പം കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം. പിന്നെ തിരിച്ചു പോകുന്ന മറ്റേ പഴയ ജീവിതത്തിലോട്ട് തന്നെ. അപ്പോൾ എന്ത് ടെമ്പററി ഗോസ്പലേ ഉള്ളൂ, കുറച്ച് നേരത്തേക്കുള്ള. എന്നാൽ നിത്യമായിട്ടുള്ള എപ്പോഴും നിറയുന്നൊരു അതിനായിട്ട് നമ്മൾ വെല്ലുവിളിക്കുന്ന ഒരു ദൈവവചനത്തിൻ്റെ സത്യങ്ങളാണ് നമ്മൾ വചനത്തിൽ കാണുന്നത്. എന്നാൽ കുറച്ച് നേരത്തേക്കുള്ള ഒരു എക്സ്പീരിയൻസിനായിട്ട് പെട്ടെന്നൊരു അല്ലെങ്കിൽ ഭയങ്കര ഒരു ബൈബിൾ കമൻറ്റ്, ബൈബിൾ എക്സ്പോസിഷൻ, ഭയങ്കര ഇൻ്റലക്ച്വലി സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള അവലോകനമൊക്കെ ചെയ്ത് പല കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെയുള്ള തിയോളജിക്കലായിട്ടൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു എന്തോ ഒരു ആ ഒരു പ്രസംഗത്തിൻ്റെ ആ ഒരു പ്രസംഗ പാഠവം കേൾക്കാൻ വേണ്ടി ആൾക്കാർ ചെന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് ബഹളം വെക്കുന്ന ആ ഒരു ഇളക്കപ്പരുപ്പത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. പിന്നെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ താൽക്കാലിക ലോകത്തിൻ്റെ ഭൂമിയുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള അതിനായിട്ട് ഭൂമിയുടെ കാര്യത്തിനായിട്ടുള്ള നെട്ടോട്ടത്തിനായിട്ട് കൂടുതൽ നിങ്ങളെ ഗ്രീഡിയാക്കുന്ന, അത്യാഗ്രഹമുള്ളവരാക്കുന്ന, നിങ്ങൾക്ക് ദൈവം അത് തരും ഇത് തരും, നിങ്ങളെ മാലല്ല തലയാക്കും, അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വചനം അത് പഴയ നിയമത്തിലെ ഡിട്രോണമി ആവർത്തന പുസ്തകം 28 അധ്യായത്തിലെ പ്രോമിസസ് ഒക്കെ ഇസ്രായേലിനോട് കൊടുത്തത് ഇന്ന് നമുക്ക് ആത്മീയമായിട്ട് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അക്ഷരികമായിട്ട് എടുത്ത് പറഞ്ഞ് അങ്ങനെ ആൾക്കാരെ വഞ്ചിക്കുന്ന, കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി പണം കൊടുക്കാൻ വേണ്ടി ഇവിടെ ഓഫറിംഗ് ബോക്സിൽ ഇങ്ങനെ പെട്ടി വിരിച്ച് കളക്ട് ചെയ്യുന്ന ഒരു ഈ ടെമ്പററി ഗോസ്പൽ ആണ് ഇന്ന് ചുറ്റുപാട് നടക്കുന്നത്. ഇന്ന് ഇവിടെ പറയുന്നത് ഇറ്റേണൽ ഗോസ്പൽ, നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിത്യസുവിശേഷം തന്നെയാണോ ഇന്ന് നമ്മൾ പറയുന്നത്? യഥാർത്ഥത്തിൽ വചനത്തിലുള്ള ആ ഒരു സുവിശേഷമാണോ? അതോ ഓഫ്കോഴ്സ് നമ്മുടെ ചേർച്ചസിൽ നമുക്കറിയാം, നമ്മൾ ആർ വി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നമ്മൾ കർത്താവ് സാഗ്ബാനെ പോലുള്ള സൗരങ്ങളിലൂടെയൊക്കെ ആ ഒരു നിത്യസുവിശേഷമൊക്കെ നമ്മുടെ ചേർച്ചസിലൊക്കെ അതുപോലുള്ള ആ ഒരു യഥാർത്ഥത്തിൽ കലർപ്പില്ലാത്ത ആ ഒരു വചനത്തിൻ്റെ ആ ഒരു മാധുര്യവും കർക്കശയും ഒക്കെ ദൈവം നമ്മളെ അറിയിച്ചതിൽ നമുക്കൊരു യഥാർത്ഥത്തിലൊരു സംതൃപ്തിയും നന്ദിയും ദൈവത്തോടുണ്ടോ? നമ്മൾ അത് ചുറ്റുമുള്ള ക്രിസ്തീയ ലോകത്തുള്ള ജീർണതയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാനിടയാവുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ കാണാനിടയാവുമ്പോഴയോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സഭയും കൂട്ടായ്മയൊക്കെ എത്ര വിലമതിക്കാനാവാത്ത, എത്ര പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടീച്ചിങ്സും ഈ ദൈവജന സത്യങ്ങൾ ഇത്ര കലർപ്പില്ലാതെ കേൾക്കുന്ന ഇടങ്ങൾ കർത്താവെ തോലും ചുരുക്കമാണല്ലോ. കർത്താവിനെ ഇതുപോലുള്ളൊരു കൂട്ടായ്മയിലാക്കി വെച്ചിരിക്കുന്നല്ലോ നിത്യസുവിശേഷം കേൾക്കാൻ. ഇത് കേൾക്കുന്ന ചെവി ഭാഗ്യമുള്ളതെന്ന് നമ്മൾ മത്തായി 13 വായിക്കുന്നത് പോലെ നമുക്ക് ആ വാക്യം അറിയാമായിരിക്കുമല്ലേ? മത്തായി 13 ആ ഒരു നമ്മൾ യഥാർത്ഥത്തിൽ പക്ഷേ പലപ്പോഴും മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ ബ്ലെസ്സഡ് ആർ ദി ഇയേഴ്സ് എന്ന് പറയുന്ന അത് അതിൻ്റെ 16 മത്തായി 13 വാക്യത്തിൽ, എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങൾ, അത് അകക്കണ്ണ്, ഈ കണ്ണല്ല അകക്കണ്ണ് കർത്താവിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമുള്ളതാണ്. നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. നമുക്ക് ഈ ചെവി മാത്രമല്ല, അകത്തെ ചെവിയിൽ നമുക്ക് കർത്താവിനെ കേൾപ്പാൻ, ഈ കലർപ്പില്ലാത്ത സത്യത്തെ കേൾപ്പാൻ ദൈവം നമുക്ക് തരുന്ന മുഖാന്തരങ്ങൾ, സഭാ കൂട്ടായ്മകൾ, അതിൻ്റെതായ റിസോഴ്സസും കാര്യങ്ങളുമൊക്കെ അത് എത്ര ഭാഗ്യമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? അപ്പോൾ ആ ഒരു നിത്യസുവിശേഷത്തെക്കുറിച്ച് നമ്മളവിടെ 6 വാക്യത്തിൽ നമുക്കും വായിച്ചു. നമ്മൾ തിരിച്ച് വെളിപ്പാട് 14 വാക്യത്തിലേക്ക് വരുമ്പം എന്താ ഇദ്ദേഹം ഈ ദൂതൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അപ്പോൾ ഇവർക്കില്ലാതെ ഈ ഭൂവാസികളുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന് ഒരു ഭയഭക്തി ബഹുമാനം അവർക്കില്ല. ഭയപ്പെടുന്ന പറഞ്ഞാൽ എന്താ, ദൈവം ശിക്ഷിക്കാൻ പോകുന്നു, അതുകൊണ്ട് പേടിച്ച് അതൊരു സെക്കൻഡ് ബെസ്റ്റ് ആണ്. എങ്ങനെയെങ്കിലും തിരിഞ്ഞു വരുവാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ദൈവത്തെ ഒരു ഭയഭക്തി ബഹുമാനം, അതാ ഫിയർ ഓഫ് ഗോഡ്. ആ ഒരു ദൈവഭയം എന്ന് പറയുമ്പം ദൈവം എന്നെ ഹർട്ട് ചെയ്യുമോ എന്നുള്ളതല്ല, ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയമല്ല, മറിച്ച് ദൈവത്തെ ഞാൻ ഹർട്ട് ചെയ്യുമോ, ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുമോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പുതിയ ഉടമ്പടിയിലുള്ള ദൈവഭയം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പലപ്പോഴും സാഗ്ബേറിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ സഭയിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതാ യഥാർത്ഥത്തിൽ ഒരു ഭയഭക്തി ബഹുമാനം. ആ ഒരു യഥാർത്ഥത്തെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ വേദനിപ്പിക്കുമോ, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ വേദനിപ്പിക്കുമോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അപ്പനെ അമ്മയെ വേദനിപ്പിക്കുമോ എന്നുള്ള ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടെയുള്ള ഒരു കാര്യം. ആ ഒരു ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. സ്വന്തമായിട്ട് മഹത്വമല്ല എടുത്തുകൊണ്ടിരിക്കുന്നവരെ ഈ ഭൂമി വസിക്കുന്നവരെന്ന് നമ്മൾ എങ്ങോട്ടാണ് മഹത്വം കൊടുക്കേണ്ടത്? കർത്താവിന് എല്ലാത്തിനും മഹത്വം കൊടുക്കേണ്ടത്. നമുക്ക് ദൈവം ഭൗതികമായിട്ടുള്ള ചില നന്മകൾ തന്നിട്ടുണ്ടായിരിക്കും, ആത്മീയ നന്മകൾ തന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സഭ, കൂട്ടായ്മ എല്ലാം കർത്താവിനെ മഹത്വമല്ല. അത് മനുഷ്യനൊന്നും മഹത്വമില്ല. ദൈവം ഉപയോഗിക്കുന്ന ഒരാളല്ലെങ്കിൽ വേറൊരാൾ ദൈവം ഉപയോഗിക്കും. മനുഷ്യനല്ല മഹത്വമില്ല. മഹത്വം നമ്മൾ പക്ഷേ മനുഷ്യരോട് നമ്മൾ ഓഫ്കോഴ്സ് നന്ദിയുള്ളവരായിരിക്കണം. എന്ന് മഹത്വമില്ല അങ്ങ് കർത്താവിനാണ്.
അവന് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവിൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ അത് അന്തിമ പുസ്തകങ്ങളിപ്പം ജഗബിപ്പം വായിച്ചത് ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ മനസ്സിലായിരിക്കും. അവിടെ അന്തിമ വിധിയുടെ അതിൻ്റെ ന്യായവിധിയുടെ നാഴിക, അവർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഹാസ് കം. അപ്പോൾ നമ്മൾ 2 കൊരിന്ത്യർ 6:2 പോവുകയാണെങ്കിൽ 2 കൊരിന്ത്യർ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് 2 കൊരിന്ത്യർ നമ്മളിപ്പോൾ ആ അന്തിമ പുസ്തകത്തിൽ റെഫറൻസ് നമ്മൾ വായിച്ചു. 2 കൊരിന്ത്യർ 6:2 സുവിശേഷമൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഊന്നി പറയുന്നൊരു വാക്യമാണ്. എല്ലാവർക്കും അത് പരിചയമാണോ? എന്താ? പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. 2 കൊരിന്ത്യർ 6:2 പ്രസാദകാലത്ത്, അക്സെപ്റ്റബിൾ ടൈം, ഞാൻ നിനക്ക് ഉത്തരവരുളി. രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. രക്ഷാ ദിവസത്തിൽ, ഡേ ഓഫ് സാൽവേഷൻ എന്നുള്ളൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ, ഇപ്പോഴാകുന്നു സുപ്രസാദം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ദ ഡേ ഓഫ് സാൽവേഷൻ. അപ്പം ആ രക്ഷാ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ ന്യായവിധിയുടെ നാഴിക അല്ലെങ്കിൽ മണിക്കൂർ, അവർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കോൺട്രാസ്റ്റാണ് നമ്മളിവിടെ കണ്ടത്. എന്നുവെച്ചാൽ ദൈവം ന്യായം വിധിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ അതൊരു നാഴിക, ഒരു മണിക്കൂറിൻ്റെ അതങ്ങ് പെട്ടെന്ന് ഒതുക്കി തീർക്കാം. പക്ഷേ രക്ഷയുടെ കാര്യം പറയുമ്പോൾ രക്ഷാ ദിവസം 24 മണിക്കൂർ. അപ്പം ആ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ നോക്കുമ്പോൾ ഒരു 1:24 മാതിരിയാണ് ഈ ഒരു ന്യായവിധിയും ദൈവത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം ദീർഘക്ഷമയോടെ ഇരുന്ന കാര്യവും വായിക്കുമ്പോൾ. പിന്നെ ഈവൻ നമുക്കറിയാം ഫേവറബിൾ ഇയർ ഓഫ് ദ ലോഡ്, ഇതേപോലൊരു ഇത് 1:24 ആണെങ്കിൽ 1:365 ഉള്ളൊരു റേഷ്യോ നമ്മൾ കണ്ടായിരുന്നു. യെശയ്യാവ്, അത് നമ്മളിതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. യെശയ്യാവ് 62-ാം അധ്യായത്തിൽ, യെശയ്യാവ് 61-ാം അധ്യായത്തിൽ 61-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ഐസയ 61:2 ടു പ്രൊക്ലെയിം ദ ഫേവറബിൾ ഇയർ ഓഫ് ദ ലോഡ്. യഹോവയുടെ പ്രസാദ വർഷവും, അവിടെ പ്രസാദ വർഷം ഫേവറബിൾ ഇയർ എന്ന് പറയുമ്പോൾ അവിടെ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്ന ഇടങ്ങളും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ നമുക്ക് തോന്നുന്നത്, ഇത് ദൈവത്തിൻ്റെ ശ്വാസമുള്ള വചനങ്ങളാണ്. അപ്പം ഈ ചെറിയ കാര്യങ്ങളിൽ കൂടെയും അവിടെ ഒരു സന്ദേശമുണ്ട്, അവിടെ ഒരു ദൈവത്തിൻ്റെ ഹൃദയം. നമ്മൾ ആ വചനത്തിന് അതിൻ്റെ അക്ഷരവും കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 3:6. നമ്മൾ അക്ഷരത്തിന് അതീതമായിട്ട് അതിൻ്റെ ആത്മാവ് നമ്മൾ നോക്കുമ്പം കർത്താവ് ന്യായവിധിയുടെ നാഴിക എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കർത്താവ് എന്നാൽ രക്ഷയുടെ ദിവസം എന്ന് പറയുന്നു, പ്രസാദ വർഷം എന്ന് പറയുന്നു, ന്യായവിധിയുടെ ദിവസം എന്ന് പറയുന്നു, ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏതാണ് കൂടുതൽ, ദൈവം ഇതിനാണ് ഉദ്യുക്തരായിരിക്കുന്നത്. വാട്ട് ഈസ് ഗോഡ് മോർ ഈഗർ ഫോർ? ഉദ്യുക്തർ എന്ന് പറഞ്ഞാൽ ഒരു കടിച്ചാൽപ്പെട്ടാത്ത വാക്കൊക്കെ നമ്മളിപ്പോൾ അന്തിമജീവിതത്തിൽ വായിച്ചതെന്ന് വെച്ചാൽ ഗോഡ് വുഡ് റാദർ ബി മേഴ്സിഫുൾ ദാൻ ജഡ്ജ്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ മേഴ്സിഫുൾ ആയിരിക്കുക, കരുണയായിരിക്കുക. ഒരു നിവൃത്തിയില്ലാതെ വരുമ്പം ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ, ദൈവത്തിൻ്റെ നീതിയിൽ ദൈവത്തിൻ്റെ ന്യായം വിധിച്ചേ പറ്റുള്ളൂ. ദൈവം വിശുദ്ധനാണ്, കർക്കശ്യമുണ്ട് ദൈവത്തിൽ. എന്നാൽ ആ സ്ട്രിക്ട്നെസ്സും കൈൻഡ്നെസ്സിൻ്റെ റേഷ്യോ 1:1 അല്ല. നമ്മൾ റോമർ 11:22 നമ്മൾ പലപ്പോഴും പറയുന്ന വാക്യം എന്താ? ബിഹോൾഡ് ദ കൈൻഡ്നെസ് ആൻഡ് സ്ട്രിക്ട്നെസ് ഓഫ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ദയവും ഖണ്ഡിതവും കാണുവിൻ എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും 1:1 റേഷ്യോ, ദൈവമുണ്ട് ഖണ്ഡിതമുണ്ട്. എന്നാൽ ഇതിൻ്റെ റേഷ്യോ 365:1, 24:1 എന്ന് പറയുന്നതിനെക്കാട്ടിലും ഓഫ് കോഴ്സ് നമുക്ക് മറ്റേ എക്സാമ്പിൾ എടുക്കുമ്പോൾ 365:1 ആണ് എന്നുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ 365:1 എന്ന് പറയുമ്പോൾ അത്രയധികം ദയവുള്ളവനാണ്. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് നമുക്ക് തന്നെ അറിയാം, അപ്പനമ്മമാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങളെ അടിക്കാൻ ഒരു സ്നേഹമുള്ള അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നില്ല. ഈവൻ വഴക്ക് പറയാൻ പോലും, ഈവൻ തിരുത്താൻ പോലും സ്വതവേ നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ നല്ലത് കൊടുത്താലേ അവർ അപ്പോഴത്തേക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിൽ അവർക്കുണ്ടാകുന്ന ചേഞ്ച്. ഇപ്പം തന്നെ നമുക്കറിയാം, ബാലശിക്ഷ നൽകുവൻ അപ്പനെങ്കിലും എന്നൊക്കെ ചിലയിടത്തും സ്നേഹം കുറഞ്ഞു പോയിട്ട് അതൊക്കെ പാടിയപ്പോൾ ഞാൻ എവിടെയോ അടുത്തിരിക്കുന്ന പ്രാർത്ഥന ബേബി എന്ന് നോക്കി. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഇടയ്ക്കൊരു ഡോസ് കിട്ടുമ്പോൾ പിന്നെ പെട്ടെന്നൊക്കെ ആളൊക്കെ താഴ്മയാവും. പക്ഷേ ചിലപ്പോൾ എന്നുവെച്ചാൽ ആ കുഞ്ഞുങ്ങൾ, നമ്മളെല്ലാവരും ആ കൊച്ചുങ്ങളായിരുന്നു, ഇതിനെക്കാട്ടി വഷളായിരുന്നു. ഇങ്ങനെ ആ ഒരു ചെറിയൊരു ബാലശിക്ഷ കിട്ടുമ്പോഴാണ് അവർക്ക് പിന്നെ പെട്ടെന്നൊരു സെൻസസിലോട്ട് വരുന്നത്. ഫുളിഷ്നെസ് ഇസ് ബൗണ്ട് അപ്പ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ ചൈൽഡ് എന്നൊക്കെ നമ്മൾ സദൃശവാക്യം 22:13-15 നമ്മൾ വായിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ മൗഢ്യം പറ്റിയിരിക്കുന്നു. ഞാൻ ആ വാക്യം പെട്ടെന്ന് എടുക്കണമെങ്കിൽ സദൃശവാക്യം 22:15 വാക്യം, ബാലൻ്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ അതാണ്. പിന്നെ നമ്മളുടെ ഹൃദയത്തിലും ദൈവം എന്തിനാ ശിക്ഷാവിധി അല്ലെങ്കിൽ ദൈവം ചില ഡിസിപ്ലിനും അച്ചടക്കവും ഒക്കെ നമ്മുടെ ജീവിതത്തിലും തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിലും, പല ഹൃദയം പോലെ നമ്മുടെ ഹൃദയത്തിലും പല ഭോഷത്വമൊക്കെ ഇരിക്കുന്നുണ്ട്.
ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവരിൽ നിന്ന് അകറ്റിക്കളയും. അത് പേരൻറ്റിങ്ങിൽ, കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ ശിക്ഷയ്ക്കുള്ള വടി എന്ന് പറയുമ്പോൾ അത് അക്ഷരികമായിട്ടുള്ള വടിയുണ്ട്, പിന്നെ തിരുത്തേണ്ട സമയത്ത് കർക്കശമായിട്ട് പറയേണ്ടടുത്ത് ചില കാര്യങ്ങൾ വേണ്ട എന്ന് പറയുന്നു, ചില കാര്യം അങ്ങനെ അവർക്കൊരു ഡിസിപ്ലിൻ. എന്നാൽ അതൊരു നിവൃത്തിയില്ലെങ്കിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അവരോട് മാക്സിമം കുഞ്ഞുങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ആദ്യം പറയും സോറി പറയും. സോറി പറയുന്നതിലും ഒരു ഡിലേ വരുന്നു, പിന്നെയും സോറി പറയാനും മടി, അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലത് കൊടുക്കും. അപ്പം പിന്നെ അവരങ്ങനെ ഇതാവുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈവൻ എനിക്ക് തന്നെ അറിയാം, മിക്കപ്പോഴും ഇളയാക്കിയേ കൊടുക്കേണ്ടി വരത്തുള്ളൂ. മൂത്ത കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ കൊച്ചുനാളിൽ നല്ലത് കൊടുത്ത് വന്നുകൊണ്ട് ഇപ്പോൾ അവർക്ക് കൊടുക്കേണ്ടതിന് ആവശ്യമില്ല. എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയാം അവർ കുറച്ചുകൂടെ ഒരു പക്വതയായി എന്ന് പറഞ്ഞതുപോലെ നമ്മളും നമ്മൾ ആ ഒരു ബാലിശമായിട്ടുള്ള ബാലാവസ്ഥയിൽ അപക്വതയോടെ ആത്മീയ ശൈശവത്തിൽ നമുക്ക് നല്ല ചില അടികളൊക്കെ കൊള്ളേണ്ടി വരും. പിന്നെ കുറച്ചുകൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ അറിയാം കർത്താവിന് ഏതാ പ്രസാദകരം, നമ്മൾ തന്നെ അങ്ങ് അനുസരിച്ചുള്ള അടി കൊള്ളാതെ തന്നെ, അല്ലെങ്കിൽ അടി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ആ ഒരു ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, അതാ 7ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആ ഹൃദയം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ യേശുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ഞായറാഴ്ചത്തെ ആ മെസ്സേജ് അങ്ങനെ ഞാൻ ടോപ്പിക് ഇട്ടേ. എന്ന് വെച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ വചനമൊക്കെ വായിക്കുന്നു, പല കാര്യങ്ങളെ അറിയുന്നു, മനസ്സിലാക്കുന്നു. പക്ഷേ യേശുവിനെ നമ്മൾ കാണുന്നുണ്ടോ? ആ യേശുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിൽ നമ്മൾ ഈ വചന പഠനമോ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കുറച്ചൊരു ഇൻ്റലക്ച്വൽ എക്സസൈസ് മാതിരി വെറുതെ കുറച്ച് നമ്മളെന്തൊക്കെയോ കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടൊക്കെ എന്തൊക്കെ കുറച്ച് അറിവ് സമ്പാദിക്കുന്നതുകൊണ്ടൊക്കെ ഇരിക്കുകയുള്ളൂ. പക്ഷേ ഇതിലൂടെയൊക്കെ യേശുവിൻ്റെ ഹൃദയത്തെ നമുക്ക് കാണാം. നിത്യസുവിശേഷം എന്നൊക്കെ നമ്മൾ വായിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ഭൂവാസികളായിരിക്കുന്നവരെ കുറിച്ചും സ്വർഗ്ഗവാസികളൊക്കെ അവിടെ എല്ലാം നമുക്ക് യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യഗണത്തെയൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ഇതൊക്കെ വെറും ഒരു സമയം കളയുന്ന കാര്യമായി തീരും. നമ്മൾ പിന്നെ ആ ഒരു അന്തിമോചന പുസ്തകത്തിൽ നമ്മൾ വേറൊരു വചനത്തിൻ്റെ റെഫറൻസും കൂടെ വായിച്ചായിരുന്നു. റോമർ 1:20 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവുകയാണെങ്കിൽ ഇവിടെ എന്താ, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കും എന്ന് പറയുമ്പം ദൈവത്തെ ഭയപ്പെടാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ദൈവത്തിനോട് നന്ദി പറയാതെ ഇരുന്ന ഒരു കൂട്ടരെക്കുറിച്ച് നമ്മൾ റോമർ 1 അധ്യായത്തിൻ്റെ 20ാമത്തെ വാക്യം മുതൽ 32ാമത്തെ വാക്യം വരെ ഒരു ചെറിയൊരു വചനത്തിൻ്റെ പോർഷനാണ്. മിക്കവർക്കും അറിയാവുന്ന പോർഷനായിരിക്കും. അത് വായിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അത് വായിക്കണം. റോമർ 1 അധ്യായത്തിൻ്റെ 20 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഈ പ്രകൃതിയിൽ തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ കാണുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നു. അതിൻ്റെ 19ാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ, അവരെ നിത്യശക്തിയും ദിവ്യത്വവുമായി. 20ാമത്തെ വാക്യം റോമർ 1:20 അവരെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര കട്ടിയുള്ള സെൻറ്റൻസ് ആയിട്ട് തോന്നി. ഇംഗ്ലീഷിൽ കുറച്ചുകൂടി സിമ്പിളാണ്. ഹിസ് ഇറ്റേണൽ പവർ ആൻഡ് ഡിവൈൻ നേച്ചർ ഹാവിങ് ക്ലിയർലി സീൻ ബീങ് അണ്ടർസ്റ്റുഡ് ത്രൂ വാട്ട് ഹാസ് ബീൻ മെയ്ഡ് എന്നുള്ളതാണ്. വെച്ചാൽ നമ്മൾ സൃഷ്ടി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ അദൃശ്യ ഗുണഗണങ്ങൾ, ദൈവത്തിൻ്റെ നിത്യമായിട്ടുള്ള ആ ശക്തി, അതൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെ. ഇപ്പം ഇത്രയും വലിയ പർവ്വതങ്ങളും ഇത്രയും വലിയ ഇടിമിന്നലും ഇന്ന് തന്നെ രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഭയങ്കര എന്തോ വലിയ ശബ്ദം കേൾക്കുന്നത്. അപ്പോഴാണ് ഇടിമിന്നലാന്ന് മനസ്സിലായത്, ഇടിമുഴക്കം വന്ന് മനസ്സിലായത്. ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് അവിടെയൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയും വലിയ ഇടിമുഴക്കം, ആരെ ഈ ഇടിമുഴക്കം? ദൈവം സൃഷ്ടിച്ച പ്രകൃതിയിലുള്ള കാര്യങ്ങൾ, ഇടിമുഴക്കം, പെട്ടെന്ന് മഴ, പെട്ടെന്ന് പർവ്വതങ്ങൾ, സമുദ്രം, ആകാശത്തിൻ്റെ ആ ഭംഗിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രയും വലിയൊരു ദൈവം ഈ പ്രകൃതി സൃഷ്ടിച്ച ഇത് ഒരു ഇട്ടാവട്ടം, ഒരു കടുകുമണിയെക്കാട്ടിലും കുറവുള്ള ഒരു ടൈനി പെയിൽ ബ്ലൂ ഡോട്ടായിട്ടുള്ള ഭൂമിയിലാണ് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ. ഇനി ഭൂമി എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിലൊന്നുമില്ല. സൗരയൂഥം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആകാശഗോളങ്ങളോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്തൊരു ആകാശഗംഗയിൽ മിൽക്കി വേയിലുള്ളതാണ്. ആ മിൽക്കി വേ അതിനെക്കാട്ടിലും വലിയ എത്രയോ ഗാലക്സീസ് വേറെ, നക്ഷത്ര സമൂഹങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവമാണ് എൻ്റെ രക്ഷകനായിട്ടുള്ളത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വലിയ ശക്തിയൊക്കെ, വലിയ ശക്തിയും നിത്യഗുണഗണങ്ങളുമൊക്കെ ദൈവം സൃഷ്ടിച്ചവരിൽ തന്നെ കാര്യങ്ങൾ വിസിബിളാണ്, കാര്യങ്ങൾ വ്യക്തമാണ്. എന്നാൽ എന്ത് ചെയ്തു ആൾക്കാർ? അവർ ദൈവത്തെ അറിഞ്ഞിട്ട്, 21ാമത്തെ വാക്യത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെക്കുറിച്ചൊരു ചെറിയൊരു അറിവ്, ചെറിയൊരു പ്രകാശനം പരിശുദ്ധാത്മാവ് പലർക്കും കൊടുക്കുന്നു. പക്ഷേ അറിഞ്ഞിട്ടും അവരെന്ത് ചെയ്തു? അങ്ങനെയൊക്കെ അതിനോടൊന്ന് പ്രതികരിക്കാതെ അവനെ ദൈവമെന്ന് ഓർത്ത് അപ്പോൾ ആ ദൈവത്തിനൊരു മഹത്വം കൊടുക്കാതെ, നന്ദി കാണിക്കുകയോ ചെയ്യാതെ, മഹത്വവും കൊടുത്തില്ല, നന്ദിയും കൊടുത്തില്ല,
തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥമായി തീർന്നു. അവർ തന്നെ പല കഥകളും പല പല കാര്യങ്ങളും ഒക്കെ എഴുതി ഉണ്ടാക്കി പല പല കഥാപാത്രങ്ങളും അങ്ങനെ പല പല കഥകളും സങ്കല്പങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ദൈവത്തിന് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കി കഥകളിലെ പല പല കഥാപാത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള അങ്ങനെ അവരുടെ തന്നെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ അവർ മൂഢരായിപ്പോയി. വലിയ വലിയ ജ്ഞാനികൾ, വലിയ വലിയ ജ്ഞാനം തേടിയ ആൾക്കാരെന്ന് പറഞ്ഞ് പക്ഷേ മൂഢത്തരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യർ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായിട്ട് മാറ്റിക്കളഞ്ഞു. അങ്ങനെയൊക്കെയുള്ള സൃഷ്ടികളെ, പക്ഷി, നാൽക്കാലി, ഇഴജാതിയൊക്കെ ആരാധിക്കുന്ന തരത്തിലേക്ക് മനുഷ്യരുടെ ആ ഒരു അധപതനത്തിൻ്റെ കാര്യം നമ്മളവിടെ വചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് therefore 24-ാമത്തെ വാക്യം, ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹത്തിലെ ശബ്ദശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. സൃഷ്ടിച്ചവനെ ഭജിക്കാതെ സൃഷ്ടികളെ ഒക്കെ, കല്ലിനെയും മണ്ണിനെയും തുണിനെയും തുരുമ്പിനെയൊക്കെ, അങ്ങനെ അവൻ എന്നേക്കും വാഴ്ത്തപ്പെടുന്നു. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. 3 തവണ 24-ാമത്തെ വാക്യത്തിൽ, 26-ാമത്തെ വാക്യത്തിൽ, 28-ാമത്തെ വാക്യത്തിൽ ഏൽപ്പിച്ചു. ഗേവ് ദം ഓവർ, അവരെ അങ്ങ് വിട്ടുകളഞ്ഞു എന്നുള്ള കാര്യമാണ് പറയുന്നത്. വെച്ചാൽ അങ്ങനെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. സ്വർഗരതിയെക്കുറിച്ചും ഒക്കെ അതിൻ്റെ 27 വാക്യങ്ങളും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവം അവരെ ഉചിതമല്ലാതെ ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവം ഗേവ് ദം ഓവർ, ദൈവം അവരെ അങ്ങ് വിട്ടുകളഞ്ഞു. വെച്ചാൽ അവർക്ക് ദൈവത്തെ അറിഞ്ഞിട്ടും ഇതൊന്നും ചെയ്തില്ല. അപ്പം ദൈവം അവരെ അങ്ങ് വിട്ടുകളഞ്ഞു. അറിഞ്ഞിട്ടും 21-ാമത്തെ വാക്യത്തിൽ തുടങ്ങി. ഇവൻ ദി ന്യൂ ഗോഡ്, അവരുടെ മനസാക്ഷിയിൽ ഒരു ന്യായപ്രമാണം ദൈവം കൊടുത്തു. മനസാക്ഷിയിൽ ന്യായപ്രമാണം എന്നൊക്കെ റോമർ 2:14 നമ്മൾ വായിക്കുന്നുണ്ട്. മനസാക്ഷിയിലെ ന്യായപ്രമാണം എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവർ തങ്ങളിൽ തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 15-ാമത്തെ വാക്യത്തിൽ അവരുടെ മനസാക്ഷിയുടെ സാക്ഷ്യം പറഞ്ഞ് അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിന് നിങ്ങൾ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നത് കാണിക്കുന്നത്. ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിൽ, ദൈവം തന്നെ എല്ലാവരുടെയും ഹൃദയത്തിൽ നമുക്ക് തെറ്റ് ചെയ്യുമ്പോൾ ഏതാ ശരി, ഏതാ കള്ളം പറയുന്നു, ഉള്ളതരം കാണിക്കുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, ഏതാ ശരി തെറ്റെന്നുള്ള കാര്യം നമുക്കറിയാം. മനസാക്ഷിയെ കുറിച്ച് നിങ്ങൾക്ക് വരെ അറിയാം. അവർ വളർന്നു വരുമ്പോൾ അവർക്കറിയാം ഏതാ ശരി തെറ്റെന്നുള്ള മനസാക്ഷി അറിയാം. പക്ഷേ എങ്കിലും അപ്പോൾ ആ ഒരു അറിവ് ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രകാശനം പല രീതിയിൽ ദൈവം കൊടുത്തിട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാതെ വേറെ പല പല കാര്യങ്ങളിലേക്ക് അങ്ങ് പോയി ദൈവം അവരെ അങ്ങ് വിട്ടുകളഞ്ഞു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു കാര്യം ആണ് ഇവിടെ നമ്മൾ റോമർ 1-20 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ പാപത്തിലേക്ക് അവരങ്ങ് വീണുപോയി. എന്നാൽ അവസാനം ദൈവം പരമാവധി അവർക്ക് വേണ്ടി പല രീതിയിൽ കർത്താവിൻ്റെ ആ ഒരു സദ്വർത്തമാനം എത്താൻ വേണ്ടി പല മുഖാന്തരങ്ങളിലൂടെ മനുഷ്യരോട് ഇന്നും ഹൃദയവാദത്തിൽ നിന്ന് മുട്ടുന്നു. എന്നാൽ അവസാനം പിന്നെയും ഈ ദൂതൻ വന്ന് പിന്നെയും പറയുക, ഇനിയെങ്കിലും 7-ാമത്തെ വാക്യം, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അത് കഴിഞ്ഞിട്ട് പറയുക, നമുക്ക് തിരിച്ച് വെളിപാട് 14:7 വരാം. ദൈവത്തെ ഭയപ്പെട്ട് ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ അവന് മഹത്വം കൊടുക്കുകയും അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുകയും. ആരെയാണ് നമസ്കരിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ നമ്മുടെ സങ്കല്പത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ദൈവത്തെ അല്ല, മറിച്ച് എല്ലാத்தைയും സൃഷ്ടിച്ചൊരു ദൈവം. ഞാൻ തന്നെ അക്രൈസ്തവരായിട്ടുള്ള പേഷ്യൻസൊക്കെ വരുമ്പോഴും അവരോട് പെട്ടെന്ന് തന്നെ അങ്ങനെ യേശു എന്ന് പറയാനുള്ള ഒരു റിസപ്റ്റീവ്നെസ് ഒന്നും ഒരു സ്വീകരിക്കുന്ന മനസ്സൊന്നും അവർക്ക് പലർക്കും മിക്കവർക്കും കാണത്തില്ല. അപ്പം ഞാൻ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ അവർ പല ഭാരങ്ങളും ദുഃഖങ്ങളുമായിട്ടൊക്കെ വരുന്നവരായിരിക്കും കൂടുതൽ വരും. അപ്പം ഞാൻ പറയാം, ആ ഭാരവും ദുഃഖമൊക്കെ നമ്മളെ സൃഷ്ടിച്ചൊരു ദൈവം ഉണ്ടല്ലോ, സൃഷ്ടിച്ച ആ ദൈവത്തെങ്കിലേക്ക് എല്ലാ ഭാരവും ഇട്ട് കൊടുക്കാൻ പറയും. ആ സൃഷ്ടിച്ച ദൈവം ആരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മിക്കവർക്കും അത് മനസ്സിലാവും. ഇവിടെ ബൈബിളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് വചനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ സൃഷ്ടിച്ചതെങ്കിലേക്ക് ആ ഒരു അത് സൃഷ്ടിച്ചവൻ, യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചവനെ, ആ ഏകസത്യ ദൈവത്തെ നമസ്കരിക്കുവിൻ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പല പല എന്തെങ്കിലുമൊക്കെ തോന്നുന്ന നമ്മളുടേതായ സങ്കല്പത്തിലും നമ്മളുടേതായ അറിവിലും ഒക്കെ ഉള്ള പാരമ്പര്യമായിട്ട് പകർന്നു വന്ന എന്തെങ്കിലും കാര്യങ്ങളെ അങ്ങ് ആരാധിച്ച അങ്ങ് ദൈവം കേൾക്കും, എല്ലാ നദിയും അങ്ങ് സമുദ്രത്തിലേക്ക് ചെന്ന് തരുമെന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അങ്ങനെയുള്ള ഭോഷത്വമൊന്നും അല്ല, മറിച്ച് അല്ലാതെ സൃഷ്ടിച്ച ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുമെന്ന് പറഞ്ഞ ആ യേശു കർത്താവ്, ആ കർത്താവ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞ ആ ഒരു യേശു കർത്താവ്. യോഹന്നാൻ 14:6 വാക്യം നമുക്കറിയാം അങ്ങനെ പറയുന്ന ആ വാക്യം. പിന്നെ രക്ഷയ്ക്കായിട്ട്
സ്വർഗത്തിന് ആകാശത്തിന് കീഴെ ഭൂമിക്ക് മേലെ യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമമില്ലെന്ന് എവിടെ പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 4:12 പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. 18-ലുടനീളം ആ സത്യങ്ങൾ പറയുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ യേശു മാത്രമേ ഉള്ളൂ, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ആ സകലത്തെയും സൃഷ്ടിച്ച യേശുവിലൂടെ, യേശുവാകുന്ന വചനത്തിലൂടെയാണ് പിതാവ് എല്ലാത്തെയും സൃഷ്ടിച്ചതെന്നുള്ള കാര്യം നമ്മൾ ഉൽപ്പത്തി 1-ാം അധ്യായത്തിലും യോഹന്നാൻ 1-ാം അധ്യായത്തിലും എബ്രായർ 1-ാം അധ്യായത്തിലൊക്കെ വീണ്ടും വീണ്ടും വായിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള ആ നിരർവ്യം ഉണ്ടാക്കിയതിനെ നമസ്കരിക്കുവിൻ, വോർഷിപ്പ് ചെയ്യുവിൻ. അപ്പം യഥാർത്ഥത്തിൽ ആഹ്വാനം വോർഷിപ്പിലോട്ടാണ്. ആ പ്രോസ്കീനിയോ എന്നുള്ള ആ വാക്ക് വോർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, അതൊരു നന്ദി പറയുന്നതും അതിലും ഉപരി സ്തുതിക്കുന്നതും അതിലും ഉപരിയുള്ള ഒരു കാര്യമാണ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ആരാധിക്കുക, നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ദൈവത്തിന് എല്ലാ മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിൽ തന്നെ അങ്ങ് ശരണം പ്രാപിച്ച് കർത്താവിനോട് ദൈവത്തോടൊന്ന് ഒന്നാകുന്ന ആ ഒരു ആഹ്വാനത്തിലേക്കാണ് ഈ ദൂതൻ നയിക്കുന്നത് എന്ന് പതുക്കെ പറഞ്ഞു. ആരും കേൾക്കാതെ പതുക്കെ പറഞ്ഞു എന്നല്ല പറയുന്നത്, അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഒരിക്കൽ പറയുമല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക വെച്ചാൽ ആൾക്കാരെ അത് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഇപ്പം വായിച്ച്. വാക്യം 8. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി, തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. ബാബിലോൺ വ്യഭിചാരിണിയായ ക്രിസ്തീയതയാണ്, വ്യാജസഭ. അത് യേശുവിനെ പിൻപറ്റുന്നു എന്ന് നടിക്കുന്നു. എന്നാൽ അത് തനിക്കായും ലോകത്തിനായും അതിന്റെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയ്ക്കായും ജീവിക്കുകയാണ്. തന്റെ ആത്മീയ ദുർനടപ്പിന്റെ മോഹമദ്യം സകല ജനതയെയും അവൾ കുടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വെളിപാട് 17-18 അധ്യായങ്ങളിൽ നിന്ന് ഇവളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. വാക്യം 9 മുതൽ 11 വരെ. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ നിന്ന് കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. ബാബിലോന്റെ മദ്യം കുടിച്ചവർ ദൈവക്രോധത്തിന്റെ മദ്യവും കുടിക്കേണ്ടതുണ്ട്. ഒന്ന് കുടിക്കുകയും മറ്റേതിൽ നിന്ന് ഒഴിവ് നേടുകയും ചെയ്യാമെന്ന് കരുതരുത്. ദൈവക്രോധത്തെ ഇവിടെ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം അതിൽ ഒട്ടും കരുണ ചേർത്തിട്ടില്ല എന്നാണ്. മറ്റുള്ളവരോട് കരുണ കാണിച്ചിട്ടില്ലാത്തവരെ ദൈവം കരുണയില്ലാതെ ന്യായം വിധിക്കും. യാക്കോബ് 2:13. തങ്ങളെ പീഡിപ്പിക്കുകയും ചതിക്കുകയും കൊള്ളയടിക്കുകയും ദോഷം പ്രവർത്തിക്കുകയും ചെയ്തവരോട് ക്ഷമിക്കാത്തവർക്ക് ദൈവത്തിൽ നിന്ന് അന്ന് കരുണയില്ലാത്ത ന്യായവിധി ഏറ്റുവാങ്ങേണ്ടി വരും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഇവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അവർ ഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. അവരുടെ ദണ്ഡനം നിത്യമാണ്. വെളിപാട് 4:2 4 ജീവികൾ രാപ്പകൽ വിശ്രമം കൂടാതെ ദൈവത്തെ ആരാധിക്കുന്നത് നാം കണ്ടു. ഇവിടെ നാം കാണുന്നത് എപ്പോഴും ദണ്ഡിപ്പിക്കപ്പെടുന്നത് കൊണ്ട് ദുഷ്ടന്മാർക്കും രാപ്പകൽ ഒരു സ്വസ്ഥതയും ഇല്ല എന്നാണ്. ദൈവത്തിന് പകരം മൃഗത്തെയും അതിന്റെ പ്രതിമയെയും ആരാധിച്ചതിനാൽ ആണ് ഇത്. വെളിപാട് 14 അധ്യായത്തിന്റെ അതിന്റെ 8-ാമത്തെ വാക്യം നമ്മളിപ്പം ആദ്യം വായിച്ചു. 8-ാമത്തെ വാക്യം എന്താ നമ്മളിവിടെ വായിക്കുന്നത്?
രണ്ടാമത് വേറൊരു ദൂതൻ. ആദ്യത്തെ ഒരു ദൂതന്റെ കാര്യം, ഇപ്പം 3 ദൂതന്മാരുടെ ശബ്ദമാണ് നമ്മൾ ഈ കേൾക്കുന്ന കാര്യം പറയുന്നത്. അപ്പോൾ രണ്ടാമത് വേറൊരു ദൂതൻ, 8ാമത്തെ വാക്യം, പിൻചെന്നു, ഫോളോവുഡ്. മറ്റേ ഫസ്റ്റ് പറയുന്ന ദൂതൻ്റെ പിന്നാലെ ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞു, അടുത്ത് ഫോളോയിങ് ദ അനദർ അനൗൺസ്മെന്റ് എന്ന് പറയുന്നതിൽ പിൻചെന്ന് രണ്ടാമത് വീണുപോയി. എല്ലാം വീണുപോയി. അതാ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഫോളൻ ഈസ് ബാബിലോൺ ദ ഗ്രേറ്റ്. വീണുപോയി. ആരാ വീണുപോയി? തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. തൻ്റെ ദുർനടപ്പിൻ്റെ, ഇമ്മൊറാലിറ്റിയുടെ പാഷൻ ഓഫ് ഇമ്മൊറാലിറ്റി, ആ ഒരു ക്രോധം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ആ ഒരു ആവേശം, ദുർനടപ്പിൻ്റെ ആവേശത്തിൻ്റെ മധ്യം, ക്രോധം എന്നുള്ള വാക്കിനെക്കാട്ടിൽ ആവേശം, ആ ഒരു പാഷൻ, ആ ഒരു എന്താണ് പറയുന്നത്, പാഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു രാഗമോഹങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ആവേശം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ദുർനടപ്പിൻ്റെ ആവേശത്തിൻ്റെ, അതിൻ്റെ ഒരു വ്യഗ്രതയുടെ ഒരു മദ്യം, അത് ഇവിടെ 2 തരത്തിലുള്ള മദ്യത്തിൻ്റെ കാര്യമാണ് നമ്മൾ 8ാമത്തെ വാക്യത്തിലും 9ാമത്തെ വാക്യത്തിലും വായിക്കുന്നത്. ഒന്ന് ദുർനടപ്പിൻ്റെ ഈ വ്യഗ്രതയുടെ മദ്യം, അതായത് ഈ അത് അക്ഷരികമായിട്ടുള്ള ദുർനടപ്പ്, പിന്നെ ആത്മീയ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ലോകത്തിന് പിന്നാലെ പോയി, ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പണത്തിനായിട്ടും അതൊരു ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഒരു ബിസിനസ് മാതിരി ചെയ്യുന്ന, അങ്ങനെയൊക്കെയുള്ളൊരു ആത്മീയ വ്യഭിചാരം, ലോകത്തിൻ്റെ ചങ്ങാത്തം ആഗ്രഹിക്കുന്ന ആത്മീയ വ്യഭിചാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ യാക്കോബ് 4:4 എപ്പോഴും നമ്മൾ പറയുന്ന വാക്യമാണ്. അപ്പോൾ അതാണ് ബാബിലോണിൻ്റെ അന്തസ്സത്ത എന്ന് പറഞ്ഞാൽ. ആ ബാബിലോണാകുന്ന ഒരു മഹതിയാം ബാബിലോണാകുന്നൊരു മഹാവേശ്യ, അവരുടെ പുത്രിമാരായിട്ടുള്ള ബാക്കി ഡോട്ടർ ഹാർലറ്റ്സ്, പുത്രിമാരായിട്ടുള്ള വേശ്യമാർ. അപ്പം അത് ഇപ്പം ഈ ദൈവത്തിന് മഹത്വം കൊടുപ്പിന്നുള്ള വലിയൊരു മുന്നറിയിപ്പൊക്കെ പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും, ദൈവത്തെ ആരാധിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ദൂതൻ വന്ന് പറയുക, ഈ ദുർനടപ്പിൻ്റെ വ്യഗ്രതയുടെ മദ്യം 1-2 പേരെയല്ല, സകല ജാതികളെയും കുടിപ്പിച്ച, പല ജാതികളെ, സകല ജാതികൾ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഓൾ ദ നേഷൻസ്, പല രാഷ്ട്രങ്ങൾ, എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ എല്ലാം ഈ ബാബിലോണിൻ്റെ, അതായത് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ്, യേശുവിൻ്റെ പേര് പറഞ്ഞ് ആ ഒരു ലോകത്തിന് പിന്നാലെ പോകുന്ന ഒരു ആത്മീയ വ്യഭിചാരം, അത് എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ കുടിപ്പിച്ചു ഈ മഹതിയാം ബാബിലോൺ. അത് അങ്ങനെ ഒരു ഫോൾസ് ചർച്ചിനെയാണ് ബാബിലോൺ എന്ന് പറയുന്നത്, ഒരു വ്യാജ സഭയാണ്. അത് ഒരു ഇന്ന പർട്ടിക്കുലർ സഭ എന്ന് നമ്മൾ അങ്ങനെ ലേബൽ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പല ഇതൊക്കെ നോക്കുമ്പം കത്തോലിക്ക സഭയിൽ നിന്നാണല്ലോ പിന്നെ ബാക്കിയുള്ള പ്രൊട്ടസ്റ്റന്റ് സഭകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു 7 മലകളുടെ മേലെ ഇരിക്കുന്ന റോമിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അത് അങ്ങനെ 7 മലകളുടെ മേലാണ് ഈ മഹതിയാം ബാബിലോൺ ഇരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇത് വെളിപാട് 17 അതിൻ്റെ 9ാമത്തെ വാക്യത്തിലൊക്കെ 7 മലകളുടെ മേലാണ് ഈ സ്ത്രീ ഇരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്നാൽ ആ ഒരു ബാബിലോണിൻ്റെ സ്പിരിറ്റ് അത് ഏതൊരു നിർമ്മലമായ സഭയിലായിരിക്കുമ്പോൾ പോലും നമുക്ക് ആ സഭയിൽ ഇരുന്നുകൊണ്ട് തന്നെ, അങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ചർച്ചിൽ ഇരുന്നുകൊണ്ട് തന്നെ ബാബിലോണിൻ്റെ ആത്മാവിനാൽ മലിമസപ്പെടാനും നമുക്ക് സാധ്യതയുള്ളൊരു ജഡത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അപ്പോൾ നമ്മൾ വേറെ ആരെയും കല്ലെറിയാനല്ല, മറിച്ച് അത് വിവേചിക്കാനും അതിൻ്റെ ഒരു ആത്മാവ്, ഇപ്പോൾ എതിർക്രിസ്തുവിൻ്റെ ആത്മാവ്, എതിർക്രിസ്തു വെളിപ്പെടുന്നത് അവസാന കാലത്താണെങ്കിൽ ഇത് പല എതിർക്രിസ്തുക്കൾ ആദ്യ നൂറ്റാണ്ടിൽ മുതലേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് 1 യോഹന്നാൻ 2:19 നമ്മൾ വായിച്ചു. അപ്പോൾ ആ എതിർക്രിസ്തുവിൻ്റെ ആത്മാവിനെ ഇന്നേ നമ്മൾ എതിർക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പ് തന്നെ എതിർക്രിസ്തുവിൻ്റെ ആ ലോകത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ഇന്നേ ജയിക്കുന്നത് പോലെ തന്നെ ഈ ബാബിലോണിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ ആ സംഭവം. ഈ എന്തിനു പറഞ്ഞേ, ക്രിസ്തുവിനെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എതിർക്രിസ്തുവിനെ ചെന്ന് കല്യാണം കഴിക്കുന്ന, അല്ലെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന, എതിർക്രിസ്തുവിൻ്റെ ആത്മാവിന് പിന്നെ എതിർക്രിസ്തുവിൻ്റെ മുദ്ര സ്വീകരിക്കുന്ന ഈ ബാബിലോൺ ആ ലോകത്തിൻ്റെ രീതിയിൽ പോകുന്ന ഒരു കാര്യം, ലോകത്തിൻ്റെതായ പ്രതാപമഹത്വത്തിനായിട്ടും അതിൻ്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ടും അതിൻ്റെ സാമ്പത്തിക നേട്ടങ്ങൾക്കായിട്ടുമൊക്കെ ഉള്ള പല ദുർനടപ്പും, അക്ഷരികമായിട്ടുള്ള ദുർനടപ്പും ആത്മീയമായിട്ടുള്ള വ്യഭിചാരവും എല്ലാം കൂടെ ഒക്കെയുള്ള ആ ദുർനടപ്പിൻ്റെ ഒരു വ്യഗ്രതയുടെ, ആവേശത്തിൻ്റെ, രാഗമോഹങ്ങളുടെ ഒരു മദ്യം. ആ ഒരു മദ്യത്തിൻ്റെ കാര്യമാണ് 8ാമത്തെ
വാക്യത്തിൽ പറയുന്നത്. എന്നാൽ 9ാമത്തെ വാക്യത്തിൽ ആ മദ്യം കുടിച്ച് അവങ്ങ് ഇരിക്കാൻ പറ്റത്തില്ല. ആ മദ്യം കുടിക്കുന്നവർക്ക് ഈ മദ്യം കൂടെ കുടിക്കണം. ഒന്ന് വാങ്ങിച്ച ഒന്ന് ഫ്രീ എന്ന് പറയുന്നത് പോലെ ഈ മദ്യം കുടിച്ചാൽ ഇതും കൂടെ കുടിച്ചേ പറ്റത്തുള്ളൂ. എന്താ ദൈവത്തിൻ്റെ ക്രോധമദ്യമാണ് 9ാമത്തെ വാക്യത്തിൽ വരുന്നത്. എൻ്റെ 9ാമത്തെ വാക്യമില്ല, 10ാമത്തെ വാക്യത്തിൽ, മലയാളത്തിൽ 10ാമത്തെ വാക്യത്തിൽ ദൈവക്രോധമദ്യം, ഇംഗ്ലീഷിലും 10ാമത്തെ വാക്യത്തിൽ തന്നെ വൈൻ ഓഫ് ദ റാത്ത് ഓഫ് ഗോഡ്. അപ്പോൾ അവിടെ ദുർനടപ്പിൻ്റെ ഒരു ക്രോധമദ്യം എന്നുള്ളതിനെക്കാട്ടിൽ പാഷൻ ഓഫ് മൊറാലിറ്റി എന്ന ക്രോധം എന്ന് പറയുമ്പോൾ ദേഷ്യം എന്നുള്ള അർത്ഥത്തിലാണല്ലോ നമ്മൾ ആ വാക്യം മനസ്സിലാക്കുന്നത്. ഇപ്പം അർത്ഥത്തിൽ ആ ഒരു ദുർനടപ്പിൻ്റെ ആ ഒരു വ്യഗ്രതയുടെ ആവേശത്തിൻ്റെ മദ്യമുണ്ട്, ലോകത്തിൻ്റെതായ ഒരു മദ്യം. നമുക്കറിയാം യുനോ വീഞ്ഞു കുടിച്ച് മത്തരാകരുത് ആത്മാവിനെ എന്നറിയപ്പെടുമെന്ന് എഫേസ്യർ 5:9-19 പറയുമ്പം ശരിക്കും ആക്ഷരികമായിട്ടുള്ള വീഞ്ഞ് തന്നെയാണ് അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും ലോകമൈതത്തിൻ്റെ ഒരു വീഞ്ഞും കൂടെ, അങ്ങനെ ഒരു ആത്മീയാർത്ഥവും കൂടെ അവിടെ നമുക്ക് എടുക്കാൻ ഒക്കും. എന്തുകൊണ്ടെന്നാൽ ലൂക്കോസ് 21 അധ്യായത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ എന്താ, കർത്താവ് വീഞ്ഞു കുടിച്ച് മത്തരാകുന്നതിനെ എതിരെ പറയുന്നുണ്ട്. നമുക്കറിയാം ലൂക്കോസ് 21:34 വാക്യം എന്താ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും എന്ന് പറയുമ്പോൾ വെയിറ്റഡ് ഡൗൺ വിത്ത് ഡിസിപ്പേഷൻ ആൻഡ് ഡ്രങ്കൺനെസ്. ഇപ്പോൾ മദ്യപാനത്തിൽ നമ്മളാരും ചെന്ന് മദ്യം കഴിക്കുന്നില്ലെങ്കിൽ പോലും ഈ ലോകമയത്ത് ഒരു മദ്യം പോലെ മയക്കുന്ന കാര്യമാണ്. ചില ലൗകികരായിട്ടുള്ള സുഹൃത്തുക്കളോടുകൂടി നമ്മൾ അങ്ങിരുന്ന് അവരുടെ കൂടെ കൊച്ചു വർത്താനം പറഞ്ഞ് അവരുടെ തമാശകളും കേട്ട് അവരുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഗോസിപ്പുകളും ഏഷണിയും പരദൂഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പല വ്യംഗ്യാർത്ഥമുള്ള അശ്ലീല ചൊവ്വയുള്ള തമാശകളും അങ്ങനെയൊക്കെയുള്ള പല ലോകത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ അതൊരു ലോകത്തിൻ്റെ മദ്യം. അതങ്ങ് കുടിച്ച് കുറച്ചങ്ങ് ഈ മദ്യം കഴിച്ച് കുറച്ച് വെളിവ് പോകും, ഇൻടോക്സിക്കേറ്റഡ് ആകുന്ന ഒരു മദ്യലഹരിയിലാകുന്നവർ അവർ പിന്നെ യഥാർത്ഥ ലോകത്തില്ല, അവർ വേറെ ഒരു ഇറങ്ങി നടക്കുന്ന വേറെ ലോകത്തിലാണ്. ചിലപ്പോൾ അവർ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങും, ചില ഭയമൊക്കെ വരാൻ തുടങ്ങും, ചിലപ്പം ഭയങ്കര ദേഷ്യവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയും, ആടി നടക്കും എന്ന് പറയുന്നത് വരെ ലോകത്തിൻ്റെ ഒരു മദ്യമുണ്ട്. ആ ഒരു ലോകത്തിനോട് അനുരൂപപ്പെടാതെ കർത്താവിൻ്റെ പൂർണ്ണതയുള്ള ഹിതവിന്നത തിരിച്ചറിയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ റോമർ 12:2 വായിക്കുന്നത് പോലെ. അപ്പോൾ ആ ലോകത്തിൻ്റെ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് വെയിറ്റഡ് ഡൗൺ ആയിട്ട് ഈ ഭൂമിയിൽ തന്നെ അങ്ങ് ഭൂവാസികളായിട്ട് പോവാതെ ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് അവിടെ കർത്താവ് തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞ വാക്യം. റെഡ് ലെറ്റർ ബൈബിളിൽ റെഡായിട്ടുള്ള കർത്താവ് തന്നെ പറഞ്ഞ എല്ലാ വാക്യങ്ങളും കർത്താവിൻ്റെ ശ്വാസമുള്ളതാണ്. അപ്പോസ്തലന്മാരിൽ കൂടെ പിന്നീട് കർത്താവ് എഴുതിയതാണെന്ന് കർത്താവ് തന്നെ തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞ വാക്യമാണ് നമ്മൾ ലൂക്കോസ് 21:34 ഇപ്പോൾ നമ്മൾ വായിച്ചത്. അപ്പോൾ ആ ഒരു ലോകത്തിൻ്റെ മദ്യം കുടിക്കുവാണെങ്കിൽ ഈ മദ്യവും കൂടെ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മദ്യവും കൂടെ കുടിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് ആ 10ാമത്തെ വാക്യത്തിൽ നമ്മൾ തിരിച്ച് വെളിപാട് 14:10 ഒന്ന് വായിക്കുവാണെങ്കിൽ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ വെച്ചാൽ ഈ മദ്യമൊക്കെ അവർ ഡൈല്യൂട്ട് ചെയ്ത് കഴിക്കുന്നതായിട്ട് ഞാനിതുവരെ മദ്യം കഴിച്ചിട്ടില്ലെന്ന് നമ്മുടെ സൗകര്യങ്ങൾ ആരും ഇതുവരെ പലരും മദ്യം കഴിച്ചിട്ടില്ലാത്തവർ കാണും. ചിലപ്പോൾ ഈ മദ്യത്തിനെതിരെയൊക്കെയുള്ള ലഹരി ഇതിനൊക്കെ എതിരെ സംസാരിക്കാൻ ചില ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ചിലരൊന്ന് കുടുക്കിടാൻ വേണ്ടി ഡോക്ടർ മദ്യം കഴിച്ചിട്ടില്ലേ എന്ന് എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം സഹിച്ച് അവിശ്വാസിയായിരുന്നപ്പോൾ പോലും ഞാൻ മദ്യം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങനെ മദ്യം കഴിച്ചിട്ടില്ല എന്ന് ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ലെന്ന് പറയാനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നാൽ മദ്യം കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ പേഷ്യൻസായിട്ട് ഡിഡിക്ഷനായിട്ട് ഒത്തിരി പേരൊക്കെ വരുന്നുണ്ട്. ഈ മേഖലയെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ സൈക്കാട്രി തന്നെ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊണ്ടൊക്കെ അവർ ഡൈല്യൂട്ട് ചെയ്തൊക്കെയാണ് കുറേയൊക്കെ പലരും കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പല പൈൻ്റ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഓരോ അളവുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സൈക്കാട്രി തന്നെ പഠിക്കാനുണ്ട്. വെച്ചാൽ അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. പല അതിൻ്റെ വേരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പം അപ്പോൾ ഇവിടെ ഈ കലർപ്പില്ലാതെ ഈ ലോകത്തിനെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ദൈവം കലർപ്പില്ലാതെ, അതാ 10ാമത്തെ വാക്യത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം NASBയിൽ വിച്ച് ഇസ് മിക്സഡ് ഇൻ ഫുൾ സ്ട്രെങ്ത് ഇൻ ദ കപ്പ് ഓഫ് ഹിസ് ആങ്കർ. ദൈവത്തിൻ്റെ വലിയ ക്രോധാഗ്നിയുടെ മദ്യമാണിത്. അത് ഫുൾ സ്ട്രെങ്തിൽ ഡൈല്യൂട്ട് ചെയ്തൊന്നുമല്ല, ഇൻ ഫുൾ സ്ട്രെങ്ത് എന്ന NASBയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ശരിക്കും അക്ഷരീയമായ ട്രാൻസ്ലേഷൻ, മലയാളത്തിലെ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ, രണ്ടും ഒന്നാ പറയുന്നതെന്നുണ്ടെങ്കിൽ പോലും ആ അക്ഷരീയമായിട്ടുള്ള വാക്ക് തന്നെ അവിടെ അക്രാറ്റോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം അൺമിക്സ്ഡ് പ്യോർ, അതായത് ഒരു ഡൈല്യൂഷനും ഇല്ലാത്ത, അതാ ഇൻ ഫുൾ സ്ട്രെങ്ത് എന്ന് NASBയിൽ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലുള്ള ക്രോധമദ്യം കുടിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം. അത് വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡന അനുഭവിക്കും അങ്ങനെയുള്ള ആൾക്കാർ എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്ന 10ാമത്തെ വാക്യത്തിൽ. അപ്പം ഏത് മദ്യം കുടിച്ചവർക്ക് ഈ മദ്യം കുടിക്കേണ്ടി വരുന്നേ? ഈ
ദുർനടപ്പിൻ്റെ ക്രോധമദ്യം അത് സകല ജാതികളെയും ഓൾ നേഷൻസ്, എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരെയൊക്കെയും ഈ ദുർനടപ്പിൻ്റെ ആവേശത്തിൻ്റെ വ്യഗ്രതയുടെ മദ്യം കുടിപ്പിക്കുന്ന ഈ മഹതിയാം ബാബിലോൺ, മഹതിയാണ്, ആരുടെ ദൈവത്തിൻ്റെ കണ്ണിൽ മഹതിയല്ല, ലോകത്തിൻ്റെ കണ്ണിൽ മഹതിയാണ്. അത് ഗ്രേറ്റ് ബാബിലോൺ ദ ഗ്രേറ്റ്, ബാബിലോൺ ദ ഗ്രേറ്റ്, ബാബിലോൺ ദ ഗ്രേറ്റ് എന്നൊക്കെ റിപ്പീറ്റഡായിട്ട് ഈ വെളിപാട് പുസ്തകത്തിൽ പറയുന്നുള്ള കാര്യം അറിയാം. ദൈവത്തിൻ്റെ കണ്ണിൽ ഗ്രേറ്റ് അല്ല എന്ന്, ദൈവത്തിൻ്റെ അടുത്ത് ഏറ്റവും അറപ്പുളവാക്കുന്ന കാര്യം, ലോകത്തിന് മുമ്പിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളത് ദൈവത്തിന് മുമ്പാകെ അറപ്പുളവാക്കുന്നതെന്ന് നമ്മൾ ലൂക്കോസ് 16:15 വാക്യം നമുക്കറിയാം. അപ്പം മഹതിയാം ബാബിലോൺ ദ ഗ്രേറ്റ് അത് വീണുപോയി. അപ്പം മലയാളത്തിൽ 2 തവണ വീണുപോയി എന്നുണ്ട് കേട്ടോ. 8ാമത്തെ വാക്യത്തിൽ വീണുപോയി എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ബാബിലോൺ വീണുപോയി എന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷിലും ഫോളൻ ഇസ് ബാബിലോൺ, വീണുപോയി. ആരാ വീണുപോയി? എല്ലാം പോച്ച്. എന്താ പോയി വീണുപോയി എന്ന് ചോദിച്ചാൽ ദുർനടപ്പിൻ്റെ മദ്യം സകല ജാതികളെയും കുടിപ്പിച്ച വെച്ചാൽ അങ്ങ് ആ ഒരു വ്യാജമായിട്ടുള്ള ക്രിസ്തീയതയിൽ മനുഷ്യരെ അങ്ങ് മയക്കിയിട്ട് മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറയുന്ന ദൂതൻ്റെ ശബ്ദമാണ്. അപ്പം മൂന്നാമതൊരു ദൂതൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആ വാക്യങ്ങളും വായിച്ചല്ലോ. മൂന്നാമത് വേറൊരു ദൂതൻ അനൗൺസ്മെൻറ്റ് 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, മൂന്നാമത്തെ അനൗൺസ്മെൻറ്റ്, മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് ഫോളോഡ് ദം അത്യുച്ചത്തിൽ. അതും ഈ ദൂതന്മാർ പറയുന്നതൊന്നും നമ്മൾ പറയുന്നതിൽ കുശൂചിക്കുന്നതൊക്കെ ഉള്ളൊരു പറച്ചിലൊന്നുമില്ല, അത്യുച്ചത്തിൽ വലിയ ശബ്ദത്തിലൊക്കെയുള്ള പറച്ചിലാണ് പറഞ്ഞത്. ആ അവിടെ വെളിപാട് 10 ദൂതൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലായിരുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചതേ ഉള്ളൂ. നമ്മൾ ഓർക്കുന്നുണ്ടോ? വെളിപാട് 10-ാം അധ്യായത്തിലൊരു ദൂതൻ ഒരു കാല് സമുദ്രത്തിലും ഒരു കാല് ഭൂമിയിലും എന്നൊക്കെ പറഞ്ഞു. വലങ്കാല് സമുദ്രത്തിലും ഇടങ്കാല് ഭൂമിയിലും വെക്കണമെങ്കിൽ എത്ര വലിയ ദൂതനായിരിക്കും. ആ ദൂതന് വെളിപാട് 10-ന്റെ 2ാമത്തെ വാക്യം. 3ാമത്തെ വാക്യം സിംഹം അലറുന്ന പോലെ. സിംഹത്തിൻ്റെ അലർച്ചയൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടേ ഉള്ളായിരിക്കും. ചിലപ്പോൾ മൃഗശാലയിലെങ്ങനെ പോയാൽ ചിലപ്പം കേൾക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഓഫ്കോഴ്സ് ഇൻ്റർനെറ്റിൽ അത് സിംഹത്തിൻ്റെ റോറിങ് ഓഫ് ലയൺ സെർച്ച് ചെയ്ത് അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ് കാണും. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. അപ്പോൾ അതുപോലെ വലിയ ശബ്ദമാണ് ദൂതൻ്റെ ശബ്ദം. ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി എന്നൊക്കെയാണ് വെളിപാട് 10:3 വായിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വലിയൊരു ശബ്ദമാണ്. അത് ആക്ഷരികമായിട്ടുള്ളൊരു ശബ്ദം തന്നെ ആയിരിക്കാം, അത് പ്രതീകാത്മകമായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം, നമുക്കറിയത്തില്ലെന്ന ശബ്ദം. ദൈവത്തിൻ്റെ വചനം അത് അതുപോലെ തന്നെയാണ്. അപ്പോൾ എന്താ മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് തിരിച്ച് നമ്മൾ വെളിപാട് 14:9 അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത് എന്താ? മൃഗം എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തു എന്നുള്ള കാര്യം നമ്മൾ വായിച്ചു. 1ാമത്തെ മൃഗവും 2ാമത്തെ മൃഗവും ഉണ്ട്. എന്നാൽ 1ാമത്തെ മൃഗത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കാൻ 2ാമത്തെ മൃഗമായിട്ടുള്ള കള്ള പ്രവാചകൻ പറയുന്നതെന്നുള്ള കാര്യം നമ്മളിപ്പം വെളിപാട് 13-ന്റെ അവസാനത്തെ വാക്യങ്ങൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വായിച്ചതാണല്ലോ. അപ്പം മൃഗത്തെയും അതിൻ്റെ പ്രതിമയും പ്രതിമ എന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ മൃഗം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ പോലെ അവനെന്ന് പോലും വിളിക്കേണ്ട കാര്യമില്ല. മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിയിലോ 2 ഓപ്ഷൻസ് അവന് കൊടുത്തു. പ്രൈവറ്റ് ഫോളോവർ ആവാം, പബ്ലിക് ഫോളോവർ ആവാം. നെറ്റിയിലോ പബ്ലിക്കായിട്ട് അവനെ ഫോളോ ചെയ്താൽ ഈവൻ കൈമേൽ രഹസ്യമായിട്ട് ആരും കാണാതെ കൈമേൽ മുദ്രയൊക്കെ ഏൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. ആ മദ്യം കുടിച്ചെന്നെങ്കിൽ ഇതും കൂടി കുടിച്ചിട്ട് വിടത്തുള്ളൂ എന്താ ദൈവം പറയുന്നത്. വിശുദ്ധ ദൂതന്മാർക്ക് അത് എല്ലാവരുടെയും മുമ്പാകെ വിശുദ്ധ ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ ഹോളി ഏഞ്ചൽസ്, ദൈവം വിശുദ്ധനാണ്. എന്നാൽ ദൂതന്മാർക്ക് പോലും അവകാശം ഇല്ലാത്ത വലിയ രക്ഷാദൂതൊക്കെ അറിയിക്കുവാനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചെന്നൊക്കെ നമ്മൾ പാട്ടിലൊക്കെ പാടുന്നത് പോലെ വചനത്തിലൊക്കെ നമുക്ക് അറിയാവുന്നതുപോലെ ആ വിശുദ്ധ ദൂതന്മാരെ പോലും അവകാശമില്ലായിരുന്നു ഈ രക്ഷാദൂത് അറിയിക്കാനെന്ന് നമുക്ക് ദൈവം രക്ഷാദൂത് അറിയിക്കാൻ അവരവകാശം തന്നു. ഇവരിപ്പം രക്ഷയുടെ ദൂതൽ അറിയിക്കുന്ന ഇവർ മാനസാന്തരത്തിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് രക്ഷപ്പെടുന്നതിൻ്റെ ആ ഒരു ദൂത് അറിയിക്കാൻ മനുഷ്യർക്ക് ദൈവം ആ ഭാഗ്യം കൊടുത്തേക്കുന്നത്. അപ്പോൾ ദൂതന്മാർ ചില സന്ദേശങ്ങൾ ദൈവത്തിൽ നിന്ന് അറിയിക്കുന്നു. അവർ വിശുദ്ധ ദൂതന്മാർ, ദേ ആർ ഹോളി ഏഞ്ചൽസ്. അപ്പം ദൈവത്തിൻ്റെയും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും, അതായത് യേശു കർത്താവിനും മുമ്പായിട്ട് അഗ്നിഗന്ധകങ്ങളിൽ ഫയർ ആൻഡ് ബ്രിംസ്റ്റോൺ, അഗ്നി, ഗന്ധകം, ബ്രിംസ്റ്റോൺ, അതിൽ സുഖം അനുഭവിക്കുന്ന കാര്യമില്ല, ദണ്ഡനം അനുഭവിക്കും. എത്ര നേരത്തേക്ക് ദണ്ഡനം അനുഭവിക്കുന്നത്? കുറച്ച് നേരത്തേക്കൊന്ന് ഒരു മണിക്കൂറത്തേക്ക് ദണ്ഡനം അനുഭവിച്ചിട്ട് പിന്നെ അങ്ങ് വെറുതെ വിടാം. ഇപ്പോൾ ഈ ചിലരെ 2 അടിയൊക്കെ കൊടുത്തിട്ടൊക്കെ ഇനിയിപ്പം പോലീസുകാർ 2 അടിയൊക്കെ കൊടുത്തിട്ട് പെടയൊക്കെ ചുമത്തിയിട്ട് അതിനെയങ്ങ് പോയിക്കോ, ഇനി നന്നായിക്കോ എന്ന് പറഞ്ഞ് ഇത് അങ്ങനത്തെ അല്ലേ. ഇതൊക്കെ മുദ്ര വയ്ക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ്. എന്താ ലൈഫ് ലോങ് ഇംപ്രിസൺമെൻ്റ് എന്നൊക്കെ പറഞ്ഞാലും പിന്നെ ആൾക്കാരെ ഇവിടെ നമ്മുടെ ജുഡീഷ്യറി എന്താ ചെയ്യുന്നത്, പിന്നെയും പരോളിലൊക്കെ വിട്ട് പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കറിയാം. എന്നാൽ ഇവിടുത്തെ ദൈവത്തിൻ്റെ ജുഡീഷ്യറി 11ാമത്തെ വാക്യം, അവരുടെ ദണ്ഡനത്തിൻ്റെ പുക കുറച്ച് നേരത്തേക്കില്ല, എന്നേക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ എന്നേക്കും എന്ന് പറയുമ്പോൾ
അത് എന്നേക്കുമാണ്, ഫോർ എവർ ആൻഡ് എവർ. അപ്പോൾ എത്ര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അവസാന കാലത്തുള്ള യേശുക്രിസ്തുവിൻ്റെ മുദ്ര ഏൽക്കുന്ന മാത്രമല്ല, ആ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നൂറ്റാണ്ടുകളായിട്ടുണ്ട്. ആ യേശുക്രിസ്തുവിൻ്റെ മുദ്ര ആലങ്കാരികമായിട്ട് പ്രതീകാത്മകമായിട്ടും വർഷങ്ങളായിട്ട് ഏറ്റവരുമുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഉള്ളൊരു ദണ്ഡനയുടെ കാര്യം നമ്മൾ ദണ്ഡനത്തിൻ്റെ കാര്യം വായിക്കുന്നത്, ശിക്ഷയുടെ കാര്യം പോകുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര, മൃഗത്തിൻ്റെ പേരിൻ്റെ സംഖ്യാമുദ്ര എന്നൊക്കെ നമ്മൾ വായിച്ചതേ ഉള്ളൂ 13-ാം അധ്യായത്തിന് അവസാനം. അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. നോ റെസ്റ്റ്. അവനൊരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. അപ്പോൾ ഭൂമിയിൽ അവർക്ക് സ്വസ്ഥതയില്ല. കർത്താവ് സ്വസ്ഥത തരാൻ വേണ്ടി വിളിച്ചു. അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുക്കെ വന്നോ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത തരാം, ആശ്വാസം തരാം, ആശ്വസിപ്പിക്കും എന്നൊക്കെ കർത്താവ് മത്തായി 11:28 വിളിച്ചു. എന്നാൽ ഇവർ ആശ്വാസമൊന്നും സ്വസ്ഥതയൊന്നും തരാതെ ഞങ്ങൾക്ക് ഈ ബാബിലോണിൻ്റെ ക്രോധമദ്യം കുടിക്കുന്നതിൽ വലിയ സ്വസ്ഥത ആശ്വാസം ഉള്ളതെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി, അല്ലെങ്കിൽ ആ മദ്യം കുടിച്ചു, അല്ലെങ്കിൽ ഈ മദ്യം കൂടി കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് രാവും പകലും സ്വസ്ഥതയില്ല. രാവും പകലും അവർ ദൈവത്തെ ആരാധിക്കാതെ ഈ യേശുക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് അവർക്ക് സ്വസ്ഥതയില്ല. എന്നാൽ രാവും പകലും ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച്, ഇതിപ്പോൾ രാവും പകലും സ്വസ്ഥതയില്ലാതിരിക്കുന്നതിനെക്കുറിച്ച് നമ്മളിപ്പം വായിച്ച്, ഇപ്പം നമ്മൾ നമ്മൾ ആദിമോചന പുസ്തകത്തിൽ വേറൊരു വചനത്തിന് റെഫറൻസ് വായിച്ച് നമ്മൾ ശ്രദ്ധിച്ചു. വെളിപാട് 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? അവിടെയും രാപകല് ആരാധിക്കുന്നവരെ കുറിച്ചാണ് വായിക്കുന്നത്. അവിടെ ദൂതന്മാരെ കുറിച്ച് എന്താ വായിക്കുന്നത്? വെളിപാട് 4:8 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണ് നിറഞ്ഞിരിക്കുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും ആയി സർവ്വശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രാപ്പകൽ അവിടെ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധ ദൂതന്മാരുണ്ട്. എന്നാൽ അവരുടെ മുമ്പാകെ രാപ്പകൽ ഈ അഗ്നിഗന്ധകങ്ങളിൽ, ഫയർ ആൻഡ് ബ്രിംസ്റ്റോണിൽ അവരുടെ പുക എന്നേക്കുമായിട്ട് പുകയുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പം വായിച്ച്. നമ്മൾ വേറൊരു വാക്യത്തിൻ്റെ റെഫറൻസ് കൂടെ നമ്മൾ അന്തിമോചന പുസ്തകത്തിൽ വായിച്ചു. യാക്കോബ് 2:13, അതായത് ഒരു കലർപ്പില്ലാതെ ഉള്ള ദൈവത്തിൻ്റെ ക്രോധമധ്യം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കാരുണ്യമില്ലാത്തുള്ള ഒരു ശിക്ഷ. കാരുണ്യമില്ലാത്ത ശിക്ഷ ആർക്കാണ് ദൈവം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ ആരോടും കരുണ കാണിക്കാത്തവർക്കാണ് ദൈവം കാരുണ്യമില്ലാതുള്ള ശിക്ഷ കൊടുക്കുന്നത്. കരുണ ന്യായവിധി. അതാ നമ്മൾ യാക്കോബ് അതും കൂടെ വായിച്ചാൽ കൺക്ലൂഡ് ചെയ്യട്ടെ. യാക്കോബ് 2:13 വാക്യം എന്താ നമ്മളവിടെ വായിക്കുന്നത്? മേഴ്സി ട്രയംസ് ഓഫ് ജഡ്ജ്മെൻറ്റ്. 2:13 വാക്യം, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. ഈ കരുണയില്ലാത്ത ന്യായവിധിയെക്കുറിച്ച് നമ്മളിപ്പം വായിച്ച്. അപ്പോൾ നമ്മൾ കരുണ കാണിക്കാതിരിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഈ ബാബിലോണിൻ്റെ ശിക്ഷാവിധി പോലുള്ളൊരു ശിക്ഷാവിധി എന്നുള്ളൊരു കാര്യം, അതിലേക്കാണ് നമ്മളിപ്പം രക്ഷിക്കപ്പെട്ടു. എന്നാൽ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാതെ നമ്മൾ ആ മത്തായി 18 കർത്താവ് പറഞ്ഞ ഉപമയൊക്കെ നമുക്ക് അതൊന്നും എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. മത്തായി 18 കർത്താവ് പറഞ്ഞ ഉപമ എന്താ? 6000 താലന്ത് അവിടെ വലിയൊരു തുക ദൈവം നമ്മളോട് ക്ഷമിച്ചു. നമ്മൾ പക്ഷേ ചെറിയ തുക കടക്കാരായിട്ടുള്ള ബാക്കിയുള്ളവരോട് നമ്മൾ ക്ഷമിക്കാതിരുന്ന ദൈവം നമ്മുടെ ആ ക്ഷമയൊക്കെ വിഡ്രോ ചെയ്തിട്ട് ദണ്ഡിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏൽപ്പിക്കുമെന്നാണ് നമ്മളവിടെ മത്തായി 18:20 മുതൽ 35 വരെയുള്ള ഉപമയിൽ കർത്താവ് പറയുന്നത്. അപ്പം ആ ഉപമ നമുക്ക് എല്ലാവർക്കും, കൊച്ചു പിള്ളേർക്ക് വരെയും സൺഡേ സ്കൂൾ പിള്ളേർക്ക് വരെ ആ ഉപമ അറിയാം. അപ്പം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ, നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് ദൈവം നമ്മുടെ രക്ഷയെടുത്ത് കളയും എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവം നമുക്ക്, ഓഫ് കോഴ്സ് ദൈവത്തിൻ്റെ ദീർഘക്ഷമയിൽ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും ചാൻസസ് തരുന്നു. ക്ഷമിക്കാനുള്ള പല ആഹ്വാനങ്ങളും പല വചനങ്ങളും അതെല്ലാം നമ്മൾ അവിടെ എല്ലാം കഠിനപ്പെടുത്തി ഒരു പോയിൻ്റ്, ഒരു റെഡ് ലൈൻ അങ്ങ് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനെയും പാപം ചെയ്ത് നമ്മളങ്ങ് ആ ഒരു രക്ഷനെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ ക്ലിയറായിട്ട് വായിക്കുന്നുണ്ട്. പിന്നെ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് രക്ഷ നഷ്ടപ്പെടുത്തില്ല എന്നൊക്കെയുള്ളത് ദുരുപദേശം. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ അവസാനത്തോളം നിലനിൽക്കുന്നവനാണ്, സഹിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് മത്തായി 24:13 വാക്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് നമ്മളിപ്പം 13 വാക്യത്തിൽ, കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരാണെങ്കിൽ ദൈവം നമ്മളോട് കരുണയോടായിരിക്കും എന്ന് ന്യായത്തിന് മുമ്പാകെ നമ്മളെല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ നമ്മൾ റോമർ 14:12 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരുന്ന കാര്യമൊക്കെ. അപ്പോൾ
ദൈവം നമ്മളോട് കരുണയോടെ ആയിരിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട്, നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോട്, അപ്പനമ്മമാരോട്, നമ്മുടെ സഹോദരന്മാരോട്, നമ്മുടെ അയൽവക്കത്തുകാരോട്, നമ്മുടെ സഹപ്രവർത്തകരോടൊക്കെ നമ്മൾ കരുണയുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോടും കരുണ കാണിക്കും. അത് നമ്മളിപ്പം അപ്പോൾ അങ്ങനെ കരുണ കാണിക്കാത്തവർ ഈ ബാബിലോണിൻ്റെ കാറ്റഗറിയിലുള്ളവരും ഒരേ കാറ്റഗറിയിൽ തന്നെയാണ്. അങ്ങനെ അത് ഇറ്റേണലായിട്ടുള്ളൊരു ടോർമെൻ്റാണ്, നിത്യമായിട്ടുള്ളൊരു ദണ്ഡനമാണെന്നുള്ള കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താ? നമ്മളെ ഭയപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുപ്പിന്ന് എന്ന ഭൂവാസികളോട് പറയുന്നതെന്ന് നമ്മളോടും അക്കാര്യം നമുക്കത് ആപ്ലിക്കബിളാണ്. നമ്മളും അന്നത് കേൾക്കരുത്, അന്ന് ആ കാറ്റഗറി പെടാതിരിക്കണമെങ്കിൽ ഇന്നേ നമ്മൾ ദൈവഭയത്തോടെ എല്ലാത്തിനും കർത്താവിന് മഹത്വം കൊടുക്കുന്നവരായിട്ട്, എല്ലാത്തിനും സൃഷ്ടിച്ചവനായ കർത്താവിനെ തന്നെ ആരാധിക്കുന്നവരായിട്ട്, നമ്മളാരും ഓഫ്കോഴ്സ് നമ്മളാരും ചെന്ന് വിഗ്രഹങ്ങളെ ആരും വണങ്ങുന്നവരല്ല, എങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെ ദൈവത്തിൻ്റെ സ്ഥാനം പണത്തിനോ സുഖങ്ങൾക്കോ വേറെ പല പല കാര്യങ്ങൾക്കോ വ്യക്തികൾക്കോ വേറെ പല വ്യക്തിബന്ധങ്ങൾക്കോ നമ്മുടെ വസ്തുക്കൾക്കോ ഒക്കെ ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവയെ അറിഞ്ഞോ അറിയാതെ വണങ്ങുന്നത് പോലെ ഇരിക്കും. അപ്പോൾ എല്ലാത്തിനും സൃഷ്ടിച്ചവനായ ദൈവത്തെ തന്നെ വണങ്ങുവാൻ തക്കവണ്ണം സ്രഷ്ടാവിനെ അല്ല സൃഷ്ടിയെ തന്നെ ആരാധിക്കുവാൻ നമ്മൾ കർത്താവേ, നമ്മൾ പാപത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സൃഷ്ടിയെ ആരാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പാപത്തിലേക്ക് പോകുന്നത്. ഏത് പാപമായാലും, കോപമായാലും, മോഹമായാലും, മറ്റുള്ള ന്യായം വിധിക്കുന്ന എല്ലാം ആ ഒരു സൃഷ്ടിയിലേക്ക് ഫോക്കസ് പോകുമ്പോഴാണ് പാപം വരുന്നത്. എന്നാൽ നമ്മൾ ആ സ്വയത്തിൽ നിന്ന് സൃഷ്ടിയിൽ നിന്ന് നമ്മുടെ സ്വയജീവിൽ നിന്നൊക്കെ ഫോക്കസ് മാറ്റി കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, നമ്മളത്തിനെ സമർപ്പിച്ച് കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, ഇവിടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാമെന്ന് മാത്രമല്ല, കർത്താവിനോടൊപ്പം 144,000 പേരുടെ കൂട്ടത്തിൽ സിയോൻ പർവ്വതത്തിൽ നമുക്ക് അവിടെ അന്ന് കാണപ്പെടാം. ദൈവം നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ വചനത്തിൻ്റെ എല്ലാ മുന്നറിയിപ്പുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, അതേ ദൈവഭയമുള്ളവരായിട്ട്, ദൈവഭയത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണല്ലോ, ആ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ദൈവത്തോടുള്ള ഒരു ഭയഭക്തി ബഹുമാനത്തോടെ എപ്പോഴും ആയിരിക്കാൻ, ദൈവിക കാര്യങ്ങളോടുള്ള ഒരു ഭയഭക്തി ബഹുമാനത്തോടായിരിക്കാൻ, അത് നിസ്സാരമായിട്ട് കരുതാതിരിക്കാൻ, അവിടുത്തെ വചനത്തെ നിസ്സാരവൽക്കരിക്കാതിരിക്കാൻ കർത്താവേ, ദൈവത്തോടുള്ള ഒരു ഭയഭക്തി ബഹുമാനത്തോടെ എല്ലാത്തിലും അവിടത്തേക്ക് മഹത്വം കൊടുത്ത് കർത്താവേ, അങ്ങേ മാത്രം ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭൂവാസികളായിട്ട് ഇവിടെ കെട്ടിപ്പിടിഞ്ഞ് കിടക്കാൻ ഇടവരുത്തരുതേ. സ്വർഗീയവാസികളായിട്ട് സ്വർഗത്തിൽ തന്നെ ഞങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ബാബിലോണിൻ്റെ ആത്മാവ് ഞങ്ങളെ മലിനപ്പെടുത്താതെ വണ്ണം ലോകത്തോടുള്ളൊരു ചങ്ങാത്തവും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ലോകത്തിന് മഹത്വപരമായിട്ടുള്ളത് ദൈവത്തിന് അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങ് കാണുന്ന പോലെ കാര്യങ്ങളെ കാണുവാനും കൺമോഹൻ ജഡമോഹൻ ജീവനത്തിൻ്റെ പ്രതാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് കർത്താവെ അങ്ങോട്ട് പറ്റിച്ചേരുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, നന്ദി. മറ്റുള്ളവരുടെ കാരണം കാണിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. വചനമെല്ലാം ഞങ്ങളുടെ മാംസമായി തീരണമേ, ഞങ്ങളുടെ ആത്മീയ മനുഷ്യൻ്റെ ഭാഗമായിട്ട് തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനരാവത്തെ മഹത്വപ്പെടുത്തിയായിട്ട് പ്രാർത്ഥന ഇടതിനോട് സ്തുതിക്കുന്നു. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ ആമേൻ.